സുഹൃത്തുക്കളെ, ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. 15ാമത്തെ മന്ത്രം. ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. പൂഷന്നേകർഷേയമസൂര്യപ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷഃ സോഹമസ്മി. വായുരനിലമൃതം അഥേധം ഭസ്മാന്തം ശരീരം. ഓം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. അഗ്നേ നയസ്സു പഥാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യസ്മജ്ജുഹുരാണമേനഃ ഭൂയിഷ്ഠാം തേ നമ ഉക്തിം വിധേമ. ഹിരണ്മയേന പാത്രേണ 15ാമത്തെ മന്ത്രം. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഈ മന്ത്രത്തില്, ഇനി ഇതിന്റെ അടുത്ത മന്ത്രവും കൂടെ, ഈ മന്ത്രത്തില് ഇവിടെ ഈ സത്യദർശനത്തിനുള്ള ഉപായത്തെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ സത്യദർശനത്തിനുള്ള ഉപായം തന്നെ ആയിരുന്നോ മുൻമന്ത്രങ്ങളിൽ പറഞ്ഞിരുന്നത് ചോദ്യം. അപ്പൊ അവിടെ നമുക്ക് കഴിഞ്ഞ 11ാമത്തെ മന്ത്രം മുതല്, അതായത് വിദ്യ, അവിദ്യ, സംഭൂതി, അസംഭൂതി, സംഭവം, അസംഭവം, വിനാശം, ഇത്രയും വാക്കുകൾ അവിടെ തന്നു. ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യവും അതിന്റെ മാർഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതിൽ വളരെ വിശദമായിട്ട് നമ്മൾ കാണുകയും ചെയ്തു. ഇനി അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, ആ പറയുമ്പോൾ നമ്മള് എന്താണ് നമുക്ക് വേണ്ടത് അവിടെയാണ്. ഒന്ന്, നമ്മൾ ആരാണ്. രണ്ട്, നമുക്ക് എന്താണ് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. ജീവിക്കുന്ന കാലത്ത് സുഖമായിരിക്കണമെങ്കിൽ പല സാധനങ്ങൾ ആവശ്യമുണ്ട്, പലതും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തം വേണം, സമ്പത്ത്, ഗൃഹം വേണം, പിന്നെ അതേമാതിരി കൃഷിസ്ഥലങ്ങൾ വേണം, അന്നപാനാദികൾക്കുള്ള വ്യവസ്ഥകൾ എല്ലാം വേണം. ഇങ്ങനെ പല അതൊക്കെ വെറും ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ കൂടിയും പിന്നീട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് കിടക്കുന്നത്. രാജ്യത്തിന്റെ അധിപനാവണം തുടങ്ങിയിട്ടുള്ള രീതിയിലേക്ക് ആഗ്രഹങ്ങൾ അങ്ങനെ നീണ്ടു പോയി കിടക്കുകയാണ്. അപ്പൊ ഇത്രയും ഈ ആഗ്രഹങ്ങളോട് കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സാധാരണ വ്യക്തി. ഇനി ഒരു വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞാലും ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിശിഷ്ട വ്യക്തി ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഈ വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇല്ലാത്തവനെന്നുള്ള അർത്ഥത്തിലല്ല. ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെയുള്ള വ്യക്തികളാണ്. അത് സാധാരണക്കാരനാണെങ്കിലും ശരി, വിശിഷ്ട വ്യക്തിയാണെങ്കിലും ശരി, ബാലനാണെങ്കിലും ശരി, വൃദ്ധനാണെങ്കിലും ശരി, സർവരും എല്ലാ മനുഷ്യരും ഇവിടെ ആഗ്രഹങ്ങളോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖകരമായ, സംതൃപ്തകരമായ, സമാധാനപൂർവമായ, സർവലാഭ പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്, കിട്ടാത്തത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ വിരസമായിരിക്കും. അതായത് സ്വപ്നം കാണാനുള്ള കഴിവാണ് നമ്മളെ പുഞ്ചിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റ് വ്യക്തികളുടെ തമാശകളൊന്നുമല്ല. നമുക്ക് ഭാവിയെക്കുറിച്ച് കാണാൻ, സ്വപ്നം കാണാനുള്ള ശേഷി, പ്രതീക്ഷിക്കുവാനുള്ള ഒരു ശേഷി, ആ ഒരു ശേഷിയെ വെച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു യോഗ്യത വേണമല്ലോ. അപ്പൊ വെറുതെ നമുക്ക് എങ്ങനെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക? ഇപ്രാവശ്യത്തെ ലോട്ടറി ടിക്കറ്റ്, ഒരു ലോട്ടറി അടിക്കുന്നത് 1 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊരുവൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇദ്ദേഹം ലോട്ടറി എടുത്തിട്ടിരിക്കുകയാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ ലോട്ടറി എടുക്കാതെ തന്നെ ഒരാൾ പറയുകയാണ് 10 കോടി രൂപ എനിക്ക് ഒന്നാം സമ്മാനം എനിക്ക് ലഭിക്കണം.
അപ്പൊ ഇവിടെ എങ്ങനെയാണ് ലോട്ടറി എടുക്കാത്തവന് അത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? ഇതാണ് മിനിമം യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും ശരി, നമുക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ, സങ്കല്പിക്കണമെങ്കിൽ, നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിചാരത്തിൽ, ഉറച്ച നിശ്ചയത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് വേണ്ട ഒരു മിനിമം യോഗ്യത എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ മിനിമം യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ അധികാരിയാവുന്നു എന്നർത്ഥം. ഇതിനെയാണ് പറയുന്നത് അധികാരി എന്ന് പറയുന്നത്. അപ്പൊ അധികാരിയായി കഴിഞ്ഞാൽ യോഗ്യതയായി. എന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിൽ ചേരണമെങ്കിൽ ആ ചേരുന്നതിനൊരു അധികാരം ഉണ്ടായിരിക്കണം. ആ അധികാരം, അതിനെയാണ് അധികാരി എന്ന് പറയുന്നത്. വിദ്യാർത്ഥിയാണ്, 10ാം ക്ലാസ് പാസ്സായി എന്നുള്ളതാണ് അധികാരം. +2 കയറാൻ എന്നത് പോലെയാണ് ഇവിടുത്തെ അധികാരം. നമുക്ക് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് പവർ എന്നുള്ള അർത്ഥത്തിലല്ല. ഈ അധികാരം ഇവിടെ ഒരുവന് പ്രയോഗിക്കുന്നു. എന്താ പ്രയോഗിക്കുന്നത്? ഭാവിയിൽ എനിക്ക് സുഖകരമായിരിക്കുവാൻ. ആ സുഖകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ശേഷം, കാരണം അല്പവും തുച്ഛമായിട്ടുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതേ ഒരു ഞൊടിയുടെക്കുള്ളിൽ തീർന്നു പോകുന്ന ഒരു ലൈഫാണ് നമുക്ക്. ഇന്നലെ വരെ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാലം ജീവിച്ചിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തോന്നുമെന്നുള്ളതല്ലാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താ? ഇപ്പോഴും തുടങ്ങിയിട്ടില്ലെന്നുള്ളതാ വിചാരം. ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള വിചാരത്തിലാണ് ഓരോരുത്തരും ഇരിക്കുന്നത്. പിച്ച വെച്ച് നടക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ജീവിതത്തിലെ ഓരോ വ്യക്തി, ഏത് പ്രായമാണെങ്കിലും ശരി. അപ്പൊ ഇവിടെ ആ വ്യക്തി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. എന്തിന്? ഭാവിയിലെ സുഖത്തിന് വേണ്ടിയിട്ട്. ആ ഭാവിയിലെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ലോകത്തിൽ ഇവിടെ വെച്ചിട്ട് കിട്ടുന്ന സുഖവും വേണം. പിന്നീട് മരിച്ചാൽ അത് അവിടെ എപ്പോഴും ഒരു ആശങ്ക കിടപ്പുണ്ട്. മരിച്ചാൽ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ? നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം. അതായത് മരിച്ച ശേഷം ഞാനുണ്ട്. മരിച്ച ശേഷം അങ്ങനെ ഞാനുണ്ട് എന്നുണ്ടെങ്കിൽ എവിടോട്ടെങ്കിലും യാത്രയുണ്ടോ? ശുഭാപ്തി വിശ്വാസം നമുക്ക് വീണ്ടും പുലർത്തിയിട്ട് പറയാം, ഉണ്ട്. നമുക്ക് ഒരു ഗതിയുണ്ട്. അത് സുഖലോകത്തിലേക്കുള്ള ഒരു ഗതിയുമാവാം, അല്ലെങ്കിൽ ദുഃഖകരമായ ലോകത്തിലേക്കുള്ള ഗതിയുമാവാം. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് വീണ്ടും പുനർജന്മം, അത് സ്വർഗത്തിലേക്കുള്ള പോക്ക്, അത് നരകത്തിലേക്കുള്ള പോക്ക് തുടങ്ങിയ ഭാവനകൾ സമൃദ്ധമായി ഭാവന ചെയ്യുവാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ ഭാവന ചെയ്യുവാനുള്ള അവസരം കിട്ടിക്കഴിയുമ്പോൾ അപ്പൊ നമുക്കിവിടെ സ്വാഭാവികമായിട്ട് ചോദിക്കാം, ഈ ഇങ്ങനെ ഭാവന ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിച്ചത് മതങ്ങളല്ലയോ? മതമില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സ്ഥിതി വരുമായിരുന്നല്ലോ. അങ്ങനെയല്ല. ഈ മതങ്ങൾ വരുന്നതിനു മുമ്പ് തന്നെ ഇവിടെ നമുക്ക് ഓരോ വ്യക്തിക്കും ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നതുണ്ട്. ഭാവി സുഖകരമായിരിക്കണമെന്നുണ്ട്. ആ ഭാവി തന്നെ വീണ്ടും തുടർന്ന് എക്സ്റ്റൻഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരു ഈ മരിച്ച ശേഷം എന്തോ എവിടെയോ എങ്ങോട്ടോ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മതം അനുശാസിക്കുന്നതിന് മുമ്പ് തന്നെ, മതത്തിന്റെ വിഷയമാവുന്നതിന് മുമ്പ് തന്നെ വ്യക്തികൾക്കുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയുണ്ട് ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഭാവിയിലെ ഒരു ഘടകം മാത്രമാണ് മരണശേഷമുള്ള ഗതി. നാളെ എന്ന് പറയുന്ന ഒരു ആശങ്കയാണ്. 10 വർഷം ശേഷം ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയാണ്. അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഭാവി ജീവിതം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വരുന്ന സന്ദർഭത്തില് നമുക്ക് ആശ്രയിക്കാൻ എവിടെയാണ്? നമുക്ക് മാർഗദർശനം നൽകുവാൻ, മുമ്പേ പോയിട്ട് ആ വഴി പോയിട്ട് ഇത് വഴിയാണ്, ഇത് ശരിയായ മാർഗമാണ് എന്ന് ഉപദേശിക്കുന്ന തരത്തില് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ സംസ്കാരത്താൽ, നമുക്ക് ഇവിടെ ജനിച്ചു വളർന്നതിന്റെ പുണ്യത്താൽ നമുക്കറിയാം വേദത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, പിന്നെ മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓരോരോ മതസ്ഥർക്ക് വേണ്ടിയിട്ടാണ്. ഹിന്ദുക്കൾക്ക് പറഞ്ഞിരിക്കുന്ന ഹിന്ദുക്കൾക്ക് മാത്രം, അവിടെ പറഞ്ഞിരിക്കുന്ന അവർക്ക് മാത്രം. അങ്ങനെയാണോ എന്ന് ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ലോകത്ത് ആദ്യമായിട്ട് വ്യക്തമായ രീതിയിൽ ഈ സ്വർഗത്തെയും ജീവനെയും ഒക്കെ നിർവചിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം നൽകപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദത്തിന് ഈ ചരിത്രകാരന്മാർ തന്നെ 10,000 വർഷത്തിന്റെ പഴക്കം പറയുമ്പോൾ, പോട്ടെ 5000 വർഷത്തിന്റെ പഴക്കം മഹാഭാരതത്തിന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഉള്ള സമയത്ത് ഇപ്പൊ അവിടെ
ആ മന്ത്രങ്ങളിലൂടെ ഋഷിമാര് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. ആ നൽകപ്പെട്ടതാകട്ടെ ഇപ്പൊ ഈജിപ്ഷ്യൻ കൊട്ടാരങ്ങളില് ഈ ഫറവോക്ക രാജാക്കന്മാരുടെ ഈ കുടീരങ്ങളില് പിരമിഡുകളില് കൊത്തിവെക്കപ്പെട്ട ചിഹ്നങ്ങൾ പോലെ എന്തോ എഴുതപ്പെട്ടു പോയിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒന്നാണ് വേദങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കരുത്. വേദങ്ങൾ സുവ്യക്തമായ രീതിയിൽ മനസ്സിലാകത്തക്ക വിധത്തിൽ നല്ല ഭാഷയിൽ, നല്ല സംസ്കരിക്കപ്പെട്ട ഭാഷയിൽ, വ്യാകരണ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ പ്രയാസകരമാണെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായ വ്യാകരണത്തിൽ എഴുതപ്പെട്ട സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെയാണ് നമുക്ക് വേദങ്ങളായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദം വന്ന ശേഷം മാത്രമേ മറ്റ് ഗ്രന്ഥങ്ങൾ ഈ ഭൂലോകത്തുണ്ടായിട്ടുള്ളൂ എന്നത് സർവരാലും സമ്മതമായൊരു കാര്യമാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഖുറാൻ ഉണ്ടായത് തന്നെ 1300 വർഷങ്ങൾ, അതായത് ശങ്കരാചാര്യരുടെ കാലത്താണ് ഈ ഖുറാന്റെ 700 കാലഘട്ടങ്ങളിൽ. അതേമാതിരി ബൈബിളിനാണെങ്കിൽ 2000 വർഷത്തിന്റെ. ഇനിയും അതാണെങ്കിലോ ബുദ്ധൻ അതിനു മുമ്പ് 500 വർഷം മുമ്പ്, 2500 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധനുണ്ട്. അപ്പം ബുദ്ധൻ അതിനു മുമ്പേ ഉള്ളതാണ് ഈ വൈദികമായിട്ടുള്ള ഈ സംസ്കാരം, വൈദിക സാഹിത്യം എന്ന് പറയുന്നത്. ഇതിന്റെ പാരമ്പര്യം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പിന്നോട്ടെത്ര കാലമെന്ന് നിർവചിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രത്തോളം കാലം പുരാണങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നാണ് വേദങ്ങൾ ഉണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാല് പൗരാണികമായ ദൃഷ്ടിയിലും വേദങ്ങൾക്ക് തന്നെയാണ് പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ചരിത്രപരമായ ദൃഷ്ടിയിലും വേദങ്ങൾക്ക് തന്നെയാണ് പ്രഥമ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇനി വേദത്തിലേക്ക് വന്നാല് പലരും അവിടെ വേദം എന്താണെന്ന് പഠിക്കാതെ പലതും പറഞ്ഞു വെച്ച് പോയിട്ടുണ്ടെങ്കിലും വേദത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ വളരെ വ്യക്തമായ രീതിയിൽ നിർവചിച്ചിട്ടുണ്ട്. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യമാണ് സ്വർഗം. അപ്പൊ ആദ്യമായിട്ട് ലോകത്തിനോട് പറഞ്ഞത് സ്വർഗമുണ്ടെന്ന് പറഞ്ഞതാരാ? വേദങ്ങൾ തന്നെ. അപ്പം വേദങ്ങൾ പറഞ്ഞ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റുള്ളവർ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും നമ്മൾ മറന്നുപോകരുത്. പിന്നീട് ആ വേദത്തെക്കുറിച്ച് പരാമർശിക്കുന്ന തരത്തിൽ പ്രകടമാക്കിയിട്ടുള്ള ആ വേദമന്ത്രങ്ങൾ. അപ്പോൾ ഈ മന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ മന്ത്രങ്ങള് നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്നത് ഒരു ടെക്സ്റ്റ് എഴുതുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അറിവ് ഒരാൾക്ക് കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ IP എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നതിലേക്ക് മാറ്റപ്പെട്ടിട്ട് അതിനൊരു സ്റ്റാമ്പ് വീഴും. അന്നത്തെ കാലത്ത് ഈ വൈദിക മന്ത്രങ്ങളെല്ലാം പ്രകടമാവുന്ന കാലഘട്ടത്തില് ഒരു മന്ത്രം ഭാവിയിൽ ഇത് 10,000 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 20,000 വർഷത്തിന് ശേഷവും അതേ തരത്തിൽ നിൽക്കത്തക്ക വിധത്തിൽ ക്രമപ്പെടുത്തി അന്നേ വെച്ചു എന്നുള്ളതാണ് ഇതിന്റെ മഹിമ. അതേ വിധത്തിൽ തന്നെ, അതായത് ഒരു കലർപ്പും ഒരാൾക്കും കടത്താൻ സാധിക്കാത്ത വിധത്തില് ഒരു ഋഷി ഒരു മന്ത്രം ചിട്ടപ്പെടുത്തി ഋഷിയിൽ കൂടെ പ്രകടമായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ മന്ത്രം ഒരു അല്പം പോലും മാറ്റപ്പെടാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കുന്ന രീതിയാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. അതായത് സ്വരങ്ങളിലൂടെയും ഛന്ദസ്സും സ്വരവും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തനിബദ്ധമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതാണ്. ആ കൃത്യമായിട്ടുള്ള അക്ഷരഘടനയില്, അതായത് വൃത്തശാസ്ത്ര, അലങ്കാരശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ ആധുനികമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഇതൊക്കെ എന്ന് പറയുന്നത് 10,000 വർഷത്തിന് മുമ്പുള്ള വേദത്തിലെ അത്രയ്ക്ക് മനോഹരമായിട്ട് നിർവചിക്കപ്പെട്ട അലങ്കാരങ്ങൾക്കും വൃത്തശാസ്ത്രങ്ങൾക്കും സമീപമെത്തുവാൻ ആധുനിക കാലത്തിലെ വൃത്തങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പകർപ്പ് മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു അല്പം മാത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് ബൃഹത്തായിട്ട് ധാരാളം കിടപ്പുണ്ട്. ഛന്ദസ്സുകൾ, എത്രയെത്രയോ ബൃഹത് ഛന്ദസ്സുകളും എത്രയെത്രയോ മഹത്തായിട്ടുള്ള ഛന്ദസ്സുകളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അപ്പൊ ഈ ഛന്ദോനിബദ്ധമായിട്ട് മന്ത്രങ്ങൾ രചിക്കപ്പെട്ടു. അപ്പൊ ഈ ഛന്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൃത്തങ്ങൾ എന്നർത്ഥം. ഇത്ര അക്ഷരങ്ങൾ. അപ്പൊ ഗായത്രി 24 അക്ഷരങ്ങള്, 8 അക്ഷരങ്ങൾ വീതമുള്ള മൂന്ന് വരികളായിട്ട് ഉള്ളതാണ് ഗായത്രി. ഇതാണ്. അപ്പോൾ ഗായത്രി ഛന്ദസ്സിൽ രചിക്കപ്പെട്ട എല്ലാം ഈ ഗായത്രി എന്നുള്ള പേരറിയപ്പെടും. അപ്പൊ സൂര്യ ഗായത്രി 1, പിന്നെ ഇതേമാതിരി തന്നെ തന്നോ രുദ്ര പ്രചോദയാൻ, തന്നോ വിഷ്ണു പ്രചോദയാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ഗായത്രി മന്ത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണാം.
അപ്പൊ ഈ ഇതേമാതിരിയുള്ള ഛന്ദസ്സുകളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്വരങ്ങളാൽ നിബദ്ധമാക്കപ്പെട്ടു എന്നുള്ളത്. അപ്പൊ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ, ഇപ്പം കുറച്ചു മുമ്പ് നമ്മുടെ തുടക്കത്തിലെ ശാന്തി മന്ത്രങ്ങൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ നമുക്ക് കേൾക്കുകയുണ്ടായി, ഓരോന്നും ഈ സ്വരങ്ങളോടുകൂടിയുള്ള ഉച്ചാരണം നമ്മൾ കേൾക്കുകയുണ്ടായി. സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദാത്തം ഉയർത്തല്, അനുദാത്തം താഴ്ത്തല്, പിന്നെ സ്വരിതം, പിന്നെ അത് സമത്തിൽ പോകല്, ഇങ്ങനെയുള്ള ആ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ചൊല്ലുന്നവർ ഒരു ഈണമൊപ്പിച്ച് നീട്ടുന്നതല്ലത്. ഇപ്പൊ ഇതിന്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഗായത്രി ജപം നമ്മൾ ചില സീഡികളിലോ ഈ കാറിലൊക്കെ പോകുമ്പോൾ ഇവർ ഇട്ടിട്ട് പോകുന്നത് കാണാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഈണം ഒപ്പിച്ച് അവരായിട്ടങ്ങ് ചൊല്ലുകയാണ്. അതും സ്വരവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് കേട്ടിട്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാ. അപ്പൊ അവിടെ ഈ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്വരനിബദ്ധമായിട്ടാണ് അവിടെ മുഴുവനും ഈ വൈദിക സാഹിത്യം പോയിരിക്കുന്നത്. അപ്പൊ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് സ്വരത്തോടു കൂടിയിട്ടാണ് സംസ്കൃത ഭാഷ തന്നെ നിൽക്കുന്നത്. ഭാരതീയ ആ സ്വരത്തിന്റെ ആ ശൈലി എന്ന് പറയുന്നത് അത് കടത്തി വെട്ടുവാൻ സാധിക്കാത്ത വിധത്തില് അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒന്നാണ് സ്വരം. അപ്പൊ ആ സ്വരത്തിന്റെ ഒരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്വരത്തോടുകൂടിയും ഛന്ദസ്സോടും കൂടിയിട്ട് ഒരു 4 വരി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് അത് പഠിച്ചിരിക്കുന്ന വ്യക്തികള് അതിനകത്ത് ഏതെങ്കിലും മാറ്റം വരുത്തി മറ്റാരെങ്കിലും അതിനെ ഒന്ന് കാണിച്ചാൽ അപ്പോൾ തന്നെ ഇവർക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ തെറ്റാണ് പറയുന്നത്. അപ്പൊ അത് കാരണം ആർക്കും മാറ്റം വരുത്താൻ പറ്റത്തില്ല. അത് കാരണമാണ് ഇത്രയും കാലം തുടർന്നിരുന്നത്. അപ്പോൾ സ്വരത്തിന്റെയും ഈ ഛന്ദസ്സിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലർപ്പും കൂടാതെ നിലനിർത്തുവാൻ സാധിക്കുന്ന ഒന്നായിട്ട് അതിന്റെ നമുക്ക് അത്രയ്ക്ക് സുരക്ഷിതമായ കവചം പോലെ ഈ സ്വരങ്ങൾ നിന്നു എന്നുള്ളതാണ്. സ്വരങ്ങൾക്ക് ഇനിയിപ്പോ ആ ഒരു പ്രത്യേകത മാത്രമല്ല. അപ്പൊ സ്വരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സുഖകരമായിട്ട് ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിൽ ശ്രവിക്കുന്നതിനുള്ള ആ അവസരം നൽകുന്നതാണ്. അതായത് ശ്രുതി ചേർന്നുകൊണ്ടുള്ള ആ പോക്ക് എന്ന് പറയുന്നതും ഈ സ്വരങ്ങളാൽ തന്നെയാണ്. അതേപോലെ നമുക്ക് മറ്റൊന്നുകൂടി പറയാം, സ്വരങ്ങൾ കൊണ്ട് ഗ്രാമറും അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സ്വരം ഒരിടത്ത് കാണുന്ന സ്വരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായതല്ല. ഈ സ്വരം ഒരു വാക്കിന് എവിടെ ചേർക്കണം, ഒരു സിംഗിൾ വാക്കാകുമ്പോൾ സ്വരം എന്തായിരിക്കണം, അടുത്ത വാക്കിനോടിന്റെ സമീപത്ത് ആ സ്വരം എന്തായിട്ട് മാറും, 2 വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു സന്ധിയിലെ സ്വരം എന്തായിട്ട് മാറും. അതൊരു സമാസമാണെങ്കിൽ, സമാസം ഏകപദമാണല്ലോ, സമാസത്തിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഈ സ്വരം എന്തായിട്ട് മാറും, ആ സ്വരം മാറുന്നതിനനുസരിച്ച് സമാസം ഏതർത്ഥത്തിലേക്ക് മാറും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വരം എന്ന് പറയുന്നത് ഒരു സ്വരശാസ്ത്രം തന്നെയുണ്ട്. ആ സ്വരശാസ്ത്രം ഇപ്പോഴും ഉണ്ട്, നമുക്ക് കിട്ടും. പാണിനി സംസ്കൃത വ്യാകരണത്തിന്റെ ഒരു വലിയ ഭാഗം ഈ സ്വരശാസ്ത്രം പഠിപ്പിക്കാനായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മളൊന്നും പഠിക്കത്തില്ല എന്നുള്ളത് വേറെ കാര്യം, കാരണം അതിന്റെ ഒരു ആവശ്യം ആധുനിക കാലഘട്ടത്തില്ല. സ്വരത്തോടുകൂടി തന്നിരിക്കുന്നത് നമ്മൾ അപ്രകാരം പഠിച്ചാൽ മതിയാവും. പക്ഷെ പറയുകയാണ്, ആർക്കെങ്കിലും സ്വരശാസ്ത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ എന്ന് പറഞ്ഞതായ സ്വരശാസ്ത്രം, അല്ലാതെ നമ്മള് ഈ സംഗീതത്തിന്റെ സാഹിത്യ സംബന്ധമായിട്ടും സ്വരത്തെക്കുറിച്ചും അല്ല ഇവിടെ പറയുന്നത്, ശ്രുതിയെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. പകരം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളുടെ രൂപത്തിലുള്ള സ്വരം, അത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പാണിനി വ്യാകരണ ഗ്രന്ഥത്തിൽ അതുണ്ട് എന്ന് സാരം. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്രകാരം സ്വരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാണിനി മഹർഷിയുടെ സൂത്രങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയ പതഞ്ജലി മഹർഷി ആ വ്യാഖ്യാനം, അതായത് ഭാഷ്യം എന്ന് പറയും, മഹാഭാഷ്യം, ആ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വരത്തിന്റെ പ്രാധാന്യം എന്താകുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. അവിടെ പറയുന്നുണ്ട്, ഇന്ദ്രശത്രു വർദ്ധസ്വ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഹോമത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അതായത് ഈ ത്രിശിരസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ഇന്ദ്രൻ നിഗ്രഹിച്ചു. ആ നിഗ്രഹിച്ചതിന്റെ പ്രതികാരം കൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ദ്രശത്രു വർദ്ധിക്കട്ടെ എന്ന രീതിയിൽ ഇന്ദ്രനെ ഹനിക്കുവാൻ ശേഷിയുള്ള ഒരസുരനെ ജനിക്കുവാൻ വേണ്ടിയിട്ട് യജ്ഞം ചെയ്തു.
ആ യജ്ഞത്തിൽ ഇദ്ദേഹം ആ ഹവിസ് അർപ്പിക്കുമ്പോൾ പ്രയോഗിച്ച ശബ്ദമാണ് ഇന്ദ്രശത്രു വർദ്ധസ്വ എന്നുള്ളത്. അവിടെ ഇന്ദ്രശത്രു വർദ്ധസ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു സമാസ രൂപമാണ്. ആ സമാസം നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് കാണാം. ഒന്ന്, ഇന്ദ്രഹ ച അസൗ ശത്രുശ്ച. അവിടെ ഒരു കർമ്മധാരയ സമാസം ആണ് നമുക്ക് കാണുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ഇന്ദ്രനാണ്, അവൻ ശത്രുവുമാണ് എന്നർത്ഥം നമുക്ക് കിട്ടും. ഇനി വേറൊരർത്ഥം നോക്കാം. ഇന്ദ്രസ്യ ശത്രു, ഇന്ദ്രന്റെ ശത്രു. ഇന്ദ്രന്റെ ശത്രു മറ്റൊരുവനാണ്, അവൻ എന്നുള്ള അർത്ഥവുമാവാം. അപ്പൊ ഈ അർത്ഥവ്യത്യാസം, ഇന്ദ്രശത്രു എന്ന് പറയുന്ന ശബ്ദത്തിനകത്തെ അർത്ഥവ്യത്യാസം ഇന്ദ്രൻ എന്ന് പറയുന്ന ശത്രു വർദ്ധിക്കട്ടെ എന്നതാണോ, ഇന്ദ്രന്റെ ശത്രു വർദ്ധിക്കട്ടെ എന്നുള്ളതാണോ? അതായത് ഇന്ദ്രന്റെ ശത്രു ബലത്തെ പ്രാപിക്കട്ടെ എന്നുള്ളതാണോ വേണ്ടത്, ഇന്ദ്രൻ എന്ന ശത്രു ബലത്തെ പ്രാപിക്കട്ടെ എന്നുള്ളതാണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന കാര്യം നിൽക്കുന്നത് ഈ സ്വരത്തിലാണ് എന്ന് സാരം. അപ്പൊ അവിടെ സ്വരം തെറ്റിപ്പോയി. സ്വരം തെറ്റിപ്പോയത് കാരണം ഇദ്ദേഹം ഈ ഹോമം യജ്ഞം ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചത് ഇന്ദ്രന്റെ ശത്രുവായവൻ വിജയിക്കട്ടെ എന്നുള്ളതിന് പകരം സ്വരം തെറ്റിയത് കാരണം ഇന്ദ്രൻ എന്ന ശത്രു വർദ്ധിക്കട്ടെ എന്ന രീതിയിലേക്ക് ആയിപ്പോയി. അപ്പൊ ഇതിന്റെ ബാക്കി കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് വൃത്രാസുരൻ എന്ന് പറയുന്ന അസുരൻ ജനിക്കുകയും ആ വൃത്രാസുരന്റെമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കഥ തുടരുകയാണ്. വൃത്രാസുരന്റെ കഥ നമുക്കൊന്ന് പോയിട്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ആ വൃത്രാസുരനുമായിട്ടുള്ള ഏറ്റുമുട്ടലില് അവസാനം ഇന്ദ്രൻ വൃത്രാസുരനെ നിഗ്രഹിച്ചു. അപ്പോൾ ഇന്ദ്രന് വൃത്രാസുരനെ നിഗ്രഹിക്കത്തക്ക വിധത്തിൽ ഇന്ദ്രനെ പ്രാപ്തനാക്കിയത് ഈ ഉദ്ദേശത്തിൽ നിന്നും വിരോധമായ രീതിയിൽ പിഴച്ചുപോയ സ്വരം കൊണ്ടാണ്. അപ്പൊ നമുക്ക് സ്വരത്തിന് സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരം നിശ്ചയിക്കും. ആ സ്വരത്തിന്റെ സ്ഥാനമനുസരിച്ചിട്ട് ഇത് കർമ്മധാരയ സമാസമാണോ, ഇത് ബഹുവ്രീഹി സമാസമാണോ, ഇത് തത്പുരുഷ സമാസമാണോ, ഇത് അവ്യയീഭാവ സമാസമാണോ, ഇപ്രകാരമുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ് സ്വരത്തോടുകൂടി വേദം പഠിക്കുന്നത്. ഈ സ്വരം പഠിപ്പിക്കാൻ അറിയാവുന്നവരിൽ നിന്ന് നമ്മൾ സ്വരത്തോടുകൂടി പഠിക്കണം. അതേമാതിരിയാണെങ്കിൽ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പഠിക്കണം. അത് ഉച്ചാരണത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറും, വൃത്തത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറും. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇത് പറഞ്ഞതിന്റെ കാര്യം അപ്രകാരം ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്, സ്വരങ്ങളാലും ഛന്ദസ്സുകളാലും ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇന്നും അന്ന് ഋഷി എങ്ങനെയാണോ പറഞ്ഞത് ഇന്നും അതുപോലെ തന്നെ ലഭിക്കും. ആ വേദത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ഋഷി സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമുണ്ട് എന്നും പറഞ്ഞു. സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാം എന്നും പറഞ്ഞു. രണ്ടാമത് സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം പറഞ്ഞു കഴിയുമ്പോൾ മൂന്നാമത് ഇനി എന്താ പറയുന്നത്, സ്വർഗകാലത്ത് എത്ര കാലത്ത് ജീവിക്കാമെന്നും പറഞ്ഞു. നാഗസ്യ ദൃഷ്ടേത്തെ സുഹൃദേന് ഭൂത്വ എന്നൊക്കെയുള്ള രീതിയിൽ സ്വർഗവാസം അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നീടെന്ത് എന്നതും പറഞ്ഞു. അപ്പൊ ഇവിടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി, എങ്ങനെയാണ് സ്വർഗം ഇരിക്കുന്നത്, സ്വർഗത്തിൽ എത്ര കാലം കഴിയാം, സ്വർഗത്തിലുള്ള വസിക്കാനുള്ള കാലം ഏത് രീതിയിലാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, സ്വർഗകാലത്ത് താമസം കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും തുടങ്ങിയ രീതിയിലുള്ളത് എല്ലാം അവിടെ സ്വർഗത്തെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടിടത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്നവര് ആ സ്വർഗമെന്ന് പറയുന്നത് അതിന്റെ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് മാറ്റിയിട്ട് അതിനെ ഒരു പെർമനന്റ് ഡെസ്റ്റിനേഷൻ ആക്കി അങ്ങ് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്ത് പോയാൽ തീർന്നു, അതോടുകൂടി ഇനി നിങ്ങൾ ബോധന ചെയ്യേണ്ട എന്ന രീതിയിൽ ഇത് ചെയ്തു, സ്വർഗത്ത് പോകും, പിന്നെ അവിടെ സ്ഥിരം. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത് കാരണം അത് അവരങ്ങ് സ്ഥിരപ്പെടുത്തി വെച്ചു. പക്ഷെ ഇവിടെ ഋഷി പറഞ്ഞിരിക്കുന്നു, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, സ്വർഗത്ത് പോയാലും അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഋഷിയാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്. ആ ഋഷി തന്നെയാണ് സ്വർഗത്തിന്റെ പരിമിതിയെക്കുറിച്ചും പറഞ്ഞത്. ഇനി ഋഷി പറഞ്ഞിരിക്കുന്ന പരിമിതി ഇല്ലാത്ത സ്വർഗം വേറെ മതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ വഴി പോയേക്കാമെന്ന് പറയുന്ന ആൾക്കാര് നമുക്ക് പറയാം നമസ്കാരം എന്ന് പറയാനല്ലാണ്ട് നമുക്ക് എന്താ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്? നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പോകട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് അവർ പോട്ടെ. ഇവിടെയാണെങ്കിൽ ഋഷി ഇവിടെ ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പിന്നീട് ഈ സ്വർഗത്തെ മുഖ്യ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നവനോട് പിന്നീട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന വരികളാണ് നമ്മൾ ഇപ്പോൾ കണ്ട 11 തൊട്ട് 14 വരെയുള്ള ഈ മന്ത്രങ്ങളിൽ കണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സ്വർഗത്തേക്ക് പോകുക? കർമ്മം ചെയ്തിട്ടല്ലേ. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സർവശക്തിയും ഉപയോഗിച്ച് അല്പകാലം ചെയ്യുന്ന ഒരു കാര്യമല്ലേ കർമ്മം. അതൊരു പൂജയാവട്ടെ, 15 മിനിറ്റിന്റെ പൂജയാവട്ടെ, അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്റെ പൂജയാവട്ടെ, ആ 1 മണിക്കൂറിന്റെ പൂജ 1 മാസം നിൽക്കുന്ന പൂജയാവട്ടെ, അല്ലെങ്കിൽ 1 മാസം 10 മണിക്കൂറുകൾ വീതം ദിവസവും നടത്തുന്ന ഒരു പൂജയാവട്ടെ, എങ്കിൽ കൂടിയും ഒരു കാലത്ത് ആരംഭിച്ച് ഒരു കാലത്ത് അവസാനിക്കുന്നതല്ലേ. ആരംഭിച്ച് അവസാനിക്കുന്ന എല്ലാം നൽകുന്ന നമ്മൾക്ക് ഇതുവരെയുള്ള അറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആരംഭിക്കുന്നത് അവസാനിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് അത് കാരണമാക്കി വെച്ചുകൊണ്ട് അതിനൊരു കാര്യമുണ്ടായാൽ, അതായത് അതിന്റെ ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കർമ്മം ആരംഭിച്ച് അവസാനിക്കുന്നത് പോലെ കർമ്മത്തിന്റെ ഫലവും ആരംഭിച്ച് അവസാനിക്കണ്ടേ? ഇത് സാമാന്യ യുക്തി. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അല്പവും, അതായത് തുച്ഛമായിട്ടുള്ള കാലത്തേക്ക് തുച്ഛമായിട്ടുള്ള, അതായത് അല്പമായിട്ടുള്ള ദ്രവ്യങ്ങൾ വെച്ചുകൊണ്ട് അല്പശക്തിമാനായിരിക്കുന്ന ഒരു വ്യക്തി ഏതാനും മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഒരു കൂട്ടം മന്ത്രങ്ങളോ വെച്ചുകൊണ്ട് ജപിച്ച് കർമ്മം ചെയ്ത് നേടുന്നതായ പുണ്യം ഒരു കാലത്തും അവസാനിക്കാത്ത വിധത്തില് അനന്തമായ കാലത്തിലേക്ക് നീളുവെന്നും ഈ വ്യക്തി പോകുന്നിടത്ത് മുഴുവൻ അത് ഫലം നൽകിക്കൊണ്ടിരിക്കുമെന്നും എത്രയെത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ഇതിന്റെ എല്ലാം പുണ്യം ക്ഷയിക്കാതെ അങ്ങനെ തന്നെ നിൽക്കും എന്നും പറയുന്നത് എന്ത് ന്യായമാണെന്ന് ഋഷി നമ്മളോട് ചോദിക്കുന്നു. ആ ചോദ്യമാണ് ഇവിടെ നമുക്ക് വിദ്യയും അവിദ്യയും സംഭൂതി അസംഭൂതി എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കർമ്മമാവട്ടെ ഉപാസനയാവട്ടെ. അപ്പൊ തുടക്കത്തിൽ നമുക്ക് കാണാം കർമ്മമാവട്ടെ ഉപാസനയാവട്ടെ. ഇനി ഉപാസന തന്നെ നമുക്ക് ഒരു സാധാരണ രീതിയിലുള്ള വൈവിധ്യത്തോടുകൂടിയിരിക്കുന്ന ഒരു ഉപാസനയാവട്ടെ, സർവ്വവൈവിധ്യങ്ങളും അവസാനിപ്പിക്കുന്നതായ ഒരു ഉപാസനയാവട്ടെ, ഇങ്ങനെയുള്ള ഏത് ഉപാസനയാണെങ്കിലും ചെയ്യുന്ന ഒരു കർത്താവുണ്ട് എങ്കിൽ കർത്താവ് ചെയ്യുന്നു എന്ന കാരണത്താൽ അതൊരു കർമ്മഫലമായിട്ട് തീരുന്നു. ഇതാണ് അതിന്റെ കാര്യം. രഹസ്യം ഇതാണ്. കർത്താവാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അത് കർമ്മമല്ലയോ? ഒരു കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലത്തിനെ കർമ്മഫലമല്ലയോ കർമ്മഫലം എന്നല്ലയോ പറയുന്നത്. ഇനി കർമ്മഫലമാണ് എങ്കിൽ അതിനൊരു തുടക്കം ഉണ്ടാവത്തില്ലയോ? അതായത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടുന്നില്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ കിട്ടുന്നത്. അങ്ങനെ ഒരു തുടക്കമുള്ളതിന് ഒരവസാനമില്ലയോ? ഇതാണ് സാമാന്യ യുക്തി എന്ന് പറയുന്നത്. ഒരു അവസാനമില്ലയോ? അതുകൊണ്ട് അതെങ്ങനെ അനന്തമായിട്ട് ലഭിക്കുമെന്ന് പറയാൻ സാധിക്കുക? ആ ഒരു പരാമർശമാണ് നമ്മൾക്ക് ഈ കഴിഞ്ഞ മന്ത്രങ്ങളിൽ കാണാൻ സാധിച്ചത്. അത് വിദ്യ എന്ന് പറയുന്നതാവട്ടെ അവിദ്യ എന്ന് പറയുന്നതാവട്ടെ, അവിദ്യ കർമ്മം, വിദ്യ ഉപാസന. അപ്പൊ ഇവിടെ നമുക്ക് കാണാം എല്ലാ വ്യക്തികളും അങ്ങോട്ട് ഈ വലിയ ജീവിതത്തിന്റെ ഈ രാജവീതിയിലേക്ക് അങ്ങ് പ്രവേശനം ആരംഭിച്ചു. എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്ന ഒരു വലിയ റോഡിനെ നമ്മൾ ഭാവന ചെയ്തു. എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ എപ്പോഴോ ഒരു സമയത്ത് നമുക്ക് തോന്നും ഇനി കൈപിടിച്ച് നടക്കേണ്ടതില്ല, ഒറ്റയ്ക്ക് നടക്കാൻ പ്രാപ്തനായി, ഇതുപോലെ തന്നെ ലക്ഷ്യം നമുക്ക് മനസ്സിൽ കാണാനുള്ള ശേഷി വന്നു എന്ന രീതിയിൽ ഭാവന ചെയ്യാനുള്ള കാലം എത്തിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ സ്വയം നടക്കുകയാണ് തോന്നും. അങ്ങനത്തെ ഒരു സ്വതന്ത്രമായിട്ട് മറ്റുള്ളവരാൽ നയിക്കപ്പെടാത്ത വിധത്തില് കൈപിടിച്ച് എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായം അല്ലാന്നർത്ഥം. അത്രയേ ഉള്ളൂ. അങ്ങനെ പോകുന്ന ഒരു വ്യക്തി കാണുന്ന എന്താ? ചുറ്റുപാടുള്ളവരെ എല്ലാവരെയും കാണുന്നു, ധാരാളം ആൾക്കാർ ഒന്നിച്ചു പോകുന്നു. ആ ഒന്നിച്ചു പോകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം ഒരു രണ്ടായിട്ടൊരു വഴി തിരിഞ്ഞിരിക്കുന്നു. ഈ വലിയ വഴിയില് 2 ബോർഡുണ്ട്. ആ ബോർഡിൽ ഒന്ന് പറയുന്നത് ധർമ്മത്തിലേക്കുള്ള വഴി, മറ്റേത് പറയുന്നു അധർമ്മത്തിലേക്കുള്ള വഴി. അപ്പൊ ആദ്യം തന്നെ ഒരുവനെടുത്ത് കാലെടുത്ത് വെച്ചു അധർമ്മത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കക്കുക തുടങ്ങിയിട്ടുള്ള രീതിയിൽ ശിക്ഷ കിട്ടുന്ന വിധത്തിലുള്ള കർമ്മത്തിലേക്ക് അവൻ പോയി എന്നുള്ളത്.
ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, പുണ്യത്തിലേക്കുള്ള വഴി, ധർമ്മത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യത്തെ വേർതിരിവ് കഴിഞ്ഞാൽ മുമ്പിലേക്ക് കിടക്കുകയാണ് ഒരൊറ്റ വഴി. ആ വഴി തന്നെ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലൗകികമായ രീതിയിലുള്ള കർമ്മങ്ങള്, മറ്റേത് വൈദികമായ രീതിയിലുള്ള കർമ്മങ്ങള് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വഴി വേർതിരിവ് നമുക്ക് കാണുന്നു. അതായത് ലൗകിക നിയമങ്ങൾക്കും സാമൂഹിക സേവനങ്ങളെ, സാമൂഹിക സ്ഥിരത, സുസ്ഥിതി തുടങ്ങിയിട്ടുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരുവൻ ചെയ്യുന്ന സേവാപ്രവർത്തനങ്ങള്, അന്നദാനം തുടങ്ങിയിട്ടുള്ളത്, അതൊക്കെ ജനിപ്പിക്കുന്ന പുണ്യങ്ങളിൽ കൂടെ പോകുന്ന തരത്തിലുള്ള പുണ്യജനകമായ ഒരു വഴിയും, അതേസമയം ലൗകികമായ കർമ്മം തന്നെ, പക്ഷേ അത് ലൗകികം എന്ന് പറയുന്നതിനകത്ത് വൈദികം എന്നതോടുകൂടി ചേർന്നിട്ട് വൈദിക കർമ്മങ്ങളുടെ ഒരു പുണ്യം ജനിപ്പിക്കുന്ന ഒരു വഴിയും. അപ്പൊ അവിടെ നമ്മൾ പുണ്യം ജനിപ്പിക്കുന്ന വഴിയിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ലൗകിക കർമ്മത്തിന്റെയും വൈദിക കർമ്മത്തിന്റെയും വേർതിരിവ് വീണ്ടും കാണും. ഇനി നമ്മൾ വൈദിക കർമ്മത്തിന്റെ വഴിയിൽ കൂടെ വീണ്ടും സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. അതായത് വൈദിക കർമ്മത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഈശ്വര വിചാരത്തിന്റെ വഴിയിൽ, അത്രയേ ഉള്ളൂ. അപ്പൊ ഈശ്വര വിചാരം അതാണല്ലോ വൈദികം. അപ്പൊ ഈശ്വര വിചാരത്തിന്റെ വഴിയിലാണ് നമുക്ക് മുന്നിൽ കിടക്കുന്നു. സ്വർഗം ഒരു ലക്ഷ്യമായിട്ട് കിടക്കുന്നു, ഈശ്വര പ്രാപ്തി ഒരു ലക്ഷ്യമായിട്ട് കിടക്കുന്നു, പുണ്യഭോഗങ്ങൾ അനുഭവിക്കൽ ഒരു ലക്ഷ്യമായിട്ട് കിടക്കുന്നു, അനേകം സിദ്ധികൾ ലഭിക്കൽ ഒരു ലക്ഷ്യമായിട്ട് കിടക്കുന്നു. പിന്നെ എന്തൊക്കെ വിചാരിക്കുന്നു അത് മുഴുവൻ ലഭിക്കണം. ഇഷ്ടജന സമാഗമം, സമ്പദ് സമൃദ്ധി, അതായത് എന്തു പഠിച്ചാലും നമുക്ക് ബുദ്ധി തെളിയണം, അത് നമ്മൾക്ക് നല്ലൊരു ബുദ്ധി വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പഠിച്ച് കേട്ടാൽ അപ്പോൾ തന്നെ മനസ്സിലാവണം, ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ അതെല്ലാം നമുക്ക് മനസ്സിലാവത്തക്ക തരത്തിൽ നല്ലൊരു ബുദ്ധി വേണം. പിന്നെ ഉറച്ച ഒരു ശരീരം വേണം, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി. ഏത് കൊറോണയാണെങ്കിലും ആ വഴി വന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടാൽ ഓടിപ്പോകുന്ന തരത്തിൽ ഉറച്ച ഒരു ശരീരം വേണം, ബലമുള്ള ശരീരം വേണം. ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ആഗ്രഹം. അതായത് എല്ലാവിധത്തിലും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നതായ ഒരു ജീവിതം. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയൊരു സ്കോപ്പ് ഇല്ലാത്തത് കാരണം, അതൊരു വലിയൊരു നമുക്ക് ഒരു പ്രതീക്ഷ നൽകാത്തത് കാരണം നമ്മൾ പതുക്കെ വൈദിക കർമ്മത്തിലേക്ക് തിരിഞ്ഞു. വൈദിക കർമ്മത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈദികമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഓം നമഃശിവായ ജപിച്ചാൽ അത് വൈദികമാണ്. അല്ലെങ്കിൽ നമ്മൾ വൈദികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ യജ്ഞശാല ഒരുക്കാനൊന്നും പോകണ്ട. ഓം നമഃശിവായയില് ഓം വൈദികമാണ്, നമഃശിവായയില് ശിവൻ വൈദികമാണ്. നമഃശിവായ എന്ന് പറഞ്ഞിരിക്കുന്നത് വേദമന്ത്രത്തിന്റെ ഭാഗമാണ്, രുദ്രത്തിലുള്ളതാണ് നമഃശിവായ. നമഃശിവായ ച എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അങ്ങ് പോകും. ശിവതരായ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് കാണാം രുദ്രത്തിന്റെ. അപ്പൊ ഓം നമഃശിവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദമന്ത്രം ജപിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദമന്ത്രം ജപിച്ചു. അപ്പൊ അത് കാരണം നമുക്ക് ഇവിടെ നമ്മൾക്ക് വേദമൊന്നും നമുക്ക് അറിയത്തില്ല എന്ന് പറയേണ്ടതില്ല. ഓം എന്ന് പറയുന്നത് നമുക്ക് ജപിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, ഓം ജപിക്കുമ്പോൾ തന്നെ നമ്മള് ഗായത്രി ജപിച്ചതിന് തുല്യമാണ്. ഗായത്രി എന്ന് പറയുന്നത് ഈ എല്ലാ വേദത്തിന്റെയും സാരമാണ് ഗായത്രി. ഗായത്രിക്കുള്ളിൽ വേദങ്ങൾ മുഴുവൻ നിൽക്കുന്നു. ഗായത്രി ആവട്ടെ ഓമിൽ നിൽക്കുന്നു. ഓം ഒരിക്കൽ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗായത്രി ജപിച്ചതിനും തുല്യമാണ്, സർവ്വവേദങ്ങൾ ഉച്ചരിച്ചതിനും തുല്യമാണ്, സർവ്വശാസ്ത്രങ്ങളും മനനം ചെയ്തതിന് തുല്യമാണ്. ഇത്തരത്തിൽ സരളമായിട്ടും കൂടി ഒരു മാർഗം ഈ വേദത്തിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കാരണം അവിടെ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും പാടില്ല. അയ്യോ, ഞാൻ ഈ മന്ത്രം ജപിച്ചില്ലല്ലോ, ഞാൻ ആ ദേവതയെ ഉപാസിച്ചില്ലല്ലോ, ഞാൻ ഈ മാതിരിയുള്ള ആചാരങ്ങൾ അനുഷ്ഠിച്ചില്ലല്ലോ, ഞാൻ യജ്ഞങ്ങൾ ചെയ്യുന്നതിനകത്ത് ചിലയിടത്താണെങ്കിൽ ചില യജ്ഞങ്ങൾ ഞാൻ വിട്ടുപോയല്ലോ, ഈ മാതിരിയുള്ള ആശങ്കകൾ ഒന്നും വേണ്ട. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണായേതി സമർപ്പയാമി എന്നുള്ള ഒരു സ്മരണ കൊണ്ട് തന്നെ സർവ്വദോഷങ്ങളും പൊക്കോളും. ഇത്തരത്തിൽ വളരെ സരളമായ രീതിയിൽ നമ്മളെ ഒരു തരത്തിലും ഭയപ്പെടുത്താത്ത രീതിയിൽ, ഒരു തരത്തിലും നമുക്ക് പാപബോധം തോന്നാത്ത വിധത്തില് മുൻപോട്ട് പോകേണ്ട വഴികള് ഈ വൈദികത്തില് നമുക്ക് നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നതെല്ലാം വൈദികം തന്നെയാണ്. അതാരും എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മിക്കവാറും ഒട്ടുമുക്കാലും കാര്യങ്ങളും വൈദികം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മലയാള ഭാഷയുടെ സംസ്കൃതം പോലെയാണ്. ഇവിടെ നമുക്ക് സംസ്കൃതം പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് മുഴുവൻ വാക്കുകളും സംസ്കൃതമാണ്. മലയാളത്തിൽ ആകാശം സംസ്കൃതമാണ്, അത് മലയാളമല്ല. വായു സംസ്കൃതമാണ്, ജലം സംസ്കൃതമാണ്.
ശരീരം സംസ്കൃതമാ, അഗ്നി സംസ്കൃതമാ. ഇതേമാതിരി എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഇത് എന്തെങ്കിലും ഒന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സംസ്കൃതം ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വൈദികമാണ്. അതിനകത്ത് നമ്മൾ വൈദിക അല്ല എന്ന് പറഞ്ഞാലും ശരിയല്ല. നമ്മൾ തുടരുന്നതിനകത്ത് ഇതിനകത്ത് നമ്മൾ ആ വൈദികത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ വൈദികം ബോധപൂർവം നമ്മൾ അതിലേക്ക് പോകുമ്പോൾ, അതായത് ധർമ്മം നമ്മൾ മുഖ്യ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് പുണ്യത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ വൈദിക കർമ്മങ്ങളെയും ഉപാസനകളെയൊക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തുനിയുമ്പോൾ വീണ്ടും അവിടെ മാർഗം 2 എന്ന പോലെ നമ്മുടെ മുമ്പ് പ്രത്യക്ഷമാകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വൈദിക കർമ്മത്തിന്റെ വഴിയും 2 വൈദിക വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപാസനകളുടെ വഴിയും. ഇതിനൊന്നും 2 വഴിയല്ല കേട്ടോ. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു മാർഗഭേദത്തെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല ഉടനെ നമ്മൾ വഴി എന്ന് പറയുന്നത് ലിറ്ററലായിട്ട് എടുക്കരുത്. ഉടൻ തന്നെ 2ആയിട്ട് കാണുന്നു. അപ്പൊ 1 വൈദിക കർമ്മം ചെയ്താൽ സ്വർഗലോകത്തെത്തും, ഉപാസന ചെയ്താൽ സ്വർഗലോകത്തിന്റെ ഉപരിസ്ഥാനത്തേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2 ഭേദങ്ങളും കൊടുത്തു. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മള് കർമ്മമാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിലർ തീരുമാനിക്കും. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോന്നുകയാണ് കർമ്മം ചെയ്യാനാണ് എനിക്ക് എല്ലാ തരത്തിലും അർഹതയുള്ളത്, യോഗ്യതയുള്ളത്. അത് കാരണം അവർ കർമ്മത്തിലേക്ക് ചെയ്യുന്നു. അങ്ങനെ കർമ്മം ചെയ്യുന്ന ആൾക്കാര് ഒരു സ്വർഗത്തിലേക്ക് എത്തുന്നു, സുഖം അനുഭവിക്കുന്നു. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ സ്വർഗത്ത് അവർക്ക് ഇന്ദ്രന്റെ തുല്യമായ സ്ഥാനം കിട്ടത്തില്ല. ഇന്ദ്രന്റെ തുല്യമായ സ്ഥാനം കിട്ടണമെങ്കിൽ ഇന്ദ്രന്റെ സിംഹാസനത്തിന്റെ അർദ്ധഭാഗത്തിന്റെ പകുതിക്ക് അവകാശമുള്ളവർക്ക് മാത്രമേ. പാണ്ഡു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാണ്ഡുവിന് അർദ്ധസിംഹാസനം കിട്ടി എന്നുള്ള കഥയുണ്ട്. അപ്പോൾ ഇതേമാതിരി ചിലർ ചെന്നാൽ അവർക്ക് ഇന്ദ്രന് തുല്യമായ സ്ഥാനം കിട്ടും. ചിലർ ചെന്ന് കഴിഞ്ഞാൽ മറ്റ് ദേവന്മാർക്ക് തുല്യമായ സ്ഥാനം കിട്ടും. ചിലർ ചെന്ന് കഴിഞ്ഞാൽ അതിനും താഴെ സ്ഥാനം കിട്ടത്തുള്ളൂ. ചിലർ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറങ്ങി നടക്കാം എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ സ്വർഗത്തിലാണ്. അപ്പൊ ഇതിനകത്ത് ഇതേമാതിരി നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവനവന്റെ അർഹതയ്ക്കനുസരിച്ച് ഒരു താഴ്ന്ന സ്ഥാനം മുതൽ ഒരു ഉയർന്ന സ്ഥാനം വരെ കിട്ടാം. ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു താഴ്ന്ന സ്ഥാനം മുതൽ ഭരണത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് വരെ ഉള്ളതിലേക്ക് നമുക്ക് കയറാം. പറയുമ്പോഴെല്ലാം ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് പോലെയാണ്. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും അർഹതയ്ക്കനുസരിച്ച് ഉച്ചനീചത്വങ്ങൾ അവിടെയുണ്ട്. ഇപ്പൊ ഇതാണ് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദികമായ കർമ്മം. അവിദ്യയെ ഉപാസിക്കുന്നവൻ അവിടെ ഈ രീതിയിൽ ലിമിറ്റഡ് സുഖത്തെ പ്രാപിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വഴി കണ്ടല്ലോ, ഉപാസന എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടല്ലോ. ഉപാസനയിലൂടെ പോയി കഴിഞ്ഞാൽ ആകസ്യ പൃഷ്ഠേ എന്നുള്ളൊരു പ്രയോഗമുണ്ട് അവിടെ. ചില ഭാഗത്ത് വരുമ്പോൾ സ്വർഗത്തിന്റെ ഉപരിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകം എന്ന് പറയുന്ന ആ വാക്കിനോടനുബന്ധമായിട്ട് അതിന് പല പല തട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പല പല തൊട്ടുകൾ എന്ന് പറയുന്നതാണ് ജനലോകം, മഹർലോകം, അതേമാതിരി തപോലോകം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ലോകഭേദങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓരോ ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ താഴെയുള്ളവരുടെ മുകളിൽ ഇവർക്ക് അധീശത്വം കിട്ടും. സിദ്ധലോകം, സിദ്ധരും സാധ്യരും ചാരണന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയിട്ടുള്ള പലരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും അവിടെ ഓരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനത്തെ അതിക്രമിച്ച് മറ്റൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ എത്തപ്പെട്ട ഉയർന്ന സ്ഥാനമാണെങ്കിൽ അതിന് താഴെയുള്ളവരുടെ മേൽ അധീശത്വം കിട്ടും. ഇങ്ങനെ പല സ്ഥാനങ്ങളിലേക്ക് പോകുവാൻ കേവലമായ സ്വർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ ഇന്ദ്രനിരിക്കുന്ന ലോകം മാത്രമല്ല, അതിലുപരിയായിട്ടുള്ള ലോകത്തിലേക്ക് പോകാനുള്ള വഴികൾ കൂടെ പ്രാപ്തമാകുന്ന വിധത്തിലുള്ളതാണ് നമുക്ക് ഉപാസന എന്ന് പറയുന്നത്. ആ ഭാഗത്തിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വിദ്യയും അവിദ്യയും ഉപാസനയും കർമ്മവും സിമ്പിളായി. ഇനിയിപ്പോ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉപാസന എന്ന് പറയുന്നത് വീണ്ടും വഴി 2ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു. ആ 2ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടത്? ഒന്ന്, തുടക്കത്തിൽ ധർമാധർമ്മം എന്ന് പറയുന്ന രീതിയിൽ 2ആയിട്ട് തിരിഞ്ഞു. അധർമ്മം വിട്ട് ധർമ്മം സ്വീകരിച്ചു. ധർമ്മം വീണ്ടും പോയി കഴിയുമ്പോൾ ആ വഴി പോകുമ്പോൾ 2ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു. ലൗകികവും വൈദികവുമായിട്ടുള്ള ധർമ്മം, അത് പുണ്യം ജനിപ്പിക്കുന്നു. നമ്മൾ ലൗകികം വിട്ടിട്ട് വൈദികത്തെ എടുത്തു. വൈദികം തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വൈദികമായ ധർമ്മത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും 2ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക കർമ്മവും വൈദികമായ ഉപാസനകളും. നമ്മൾ വീണ്ടും വൈദിക കർമ്മത്തെ വിട്ടിട്ട് വീണ്ടും ഉപാസനയിലേക്ക് തിരിഞ്ഞു. ആ ഉപാസനയിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ഉപാസനയുടെ ഫലം തന്നെ 2 വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്,
ബ്രഹ്മലോകം അല്ലെങ്കിൽ തത്തുല്യമായ ലോകത്തെ പ്രാപിക്കുന്ന വിധത്തിൽ അത്യുത്കർഷമായ പുണ്യത്തെ പ്രാപിക്കുന്ന വിധത്തിലുള്ള ഉപാസനകൾ. അപ്പൊ അങ്ങനെയുള്ള ഉപാസനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിരണ്യഗർഭോപാസന, അഹംഗ്രഹോപാസന, ഇങ്ങനെയുള്ള പലവിധ ഉപാസനകൾ നമുക്ക് ഇവിടെ ഈ വേദത്തിലെ ആരണ്യകം എന്ന് പറയുന്ന ഭാഗത്ത് കാണാം. പലവിധത്തിലുള്ള ഉപാസനകൾ സർവത്രയുണ്ട്. ഇപ്പം നമ്മൾ തൈത്തിരീയ ഉപനിഷത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗത്ത് പലവിധത്തിലുള്ള ഉപാസനകൾ പറഞ്ഞിട്ടുണ്ട്. പാങ്ക്തോപാസന തുടങ്ങിയിട്ടുള്ള രീതിയിൽ പലവിധ അയ്യഞ്ചായിട്ട് കണ്ടിട്ടുള്ള ഉപാസനകള്, പഞ്ചയജ്ഞങ്ങളെ ഉപാസനാരൂപത്തിലാക്കാനുള്ള വിധികള്. പിന്നെ നമുക്ക് ബൃഹദാരണ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അശ്വമേധം എങ്ങനെയാണ് ഉപാസനാരൂപത്തിൽ ചെയ്യുന്നതെന്നുള്ളത്. ഉഷാവൈ അശ്വഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഉഷസ്സാകുന്ന അശ്വത്തെ ഹവനം ചെയ്യുന്ന അശ്വമേധത്തെ കുറിച്ചാണ് ബൃഹദാരണ്യോപനിഷത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കർമ്മം ഒന്ന് കാണിച്ച ശേഷം ഉപാസനയാക്കി മാറ്റേണ്ടത്? ഉഷസ്സാണ് അശ്വം. അപ്പൊ നമ്മള് അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഉഷസ്സാകുന്ന അശ്വത്തെ ഹവനം ചെയ്യുന്ന രീതിയിലുള്ള ആ രീതിയിൽ. ഇനി നമ്മൾ കാണാം, നമുക്ക് പുരുഷ സൂക്തത്തിലേക്ക് വന്നാൽ ഈ പുരുഷനെ തന്നെ ഹവനം ചെയ്തുകൊണ്ട് സൃഷ്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള രീതിയിൽ അവിടുത്തെ പരാമർശങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇവിടെ മൃഗബലി എന്ന് പറയുന്നതൊന്നും അല്ല ഈ ഹവിസ്, ഈ യജ്ഞം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിയുടെ തലത്തില്, ഉപാസനയുടെ തലത്തില് പലവിധ പ്രത്യേകതകളിൽ കൂടെ ഒരുവൻ കടന്നു പോകുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന ഉപാസനയുടെ വിധി. പിന്നെ പല കാര്യങ്ങളും എന്തൊക്കെയാണ് നടന്നതെന്ന്, സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് അത് വെച്ചുകൊണ്ട് ഇതാണ് വൈദികം നമുക്ക് പറയാൻ പറ്റത്തില്ല. സമൂഹത്തിൽ പല കാര്യങ്ങളും നടക്കും. അതായത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അക്കാലത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ അവർ ചെയ്യും. അക്കാലത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് വൈദികം എന്ന് പറയരുത്. വൈദികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വകാലത്തും അത് യാതൊരുവിധ മാറ്റവുമില്ലാതെ നിൽക്കുന്ന ഒന്നാണ്. പിന്നെ ഓരോരോ കാലത്തും അത് അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ അറിവിനനുസരിച്ച് അവരതിന് വ്യാഖ്യാനം കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഉപാസനയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിയുന്നു എന്ന് പറഞ്ഞു. ഒന്ന്, ഹിരണ്യഗർഭോപാസനയിലൂടെ നമുക്ക് എത്തുന്ന ബ്രഹ്മലോകം വരെയുള്ള ലോകം എന്ന സ്റ്റാറ്റസിൽ കിടക്കുന്നതായ ഫലം. രണ്ടാമത്തേത് ലോകങ്ങളുമില്ലാത്ത, അത് ലോകത്തിലെത്തുന്ന ഒരുവൻ ഉണ്ടാവണമല്ലോ, ആ വ്യക്തിയാണല്ലോ ജീവാത്മാ ഭോക്താവ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മലോകത്തെത്തുമ്പോൾ ഒരു വ്യക്തിയുണ്ട്, ബ്രഹ്മലോകമുണ്ട്, ഇതിന്റെ മുഴുവൻ അധിപനായ ബ്രഹ്മാവുമുണ്ട്. ബ്രഹ്മാവിനെ നമുക്ക് സ്തുതിക്കാം. ബ്രഹ്മാവിന്റെ ആജ്ഞകൾ കൃത്യമായി നമ്മൾ പാലിച്ചുകൊണ്ട് അവിടെ കഴിയണം. ബ്രഹ്മലോകത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ബ്രഹ്മാവിനെ ഇവിടുത്തെ നമ്മൾ കാണിക്കുന്നത് പോലെ നമ്മൾ ഈ ഫേസ്ബുക്കിനകത്ത് നമ്മൾ ഓരോരുത്തരെ നമ്മൾ ടീസ് ചെയ്തുകൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് നമ്മളൊരു പോസ്റ്റ് ഇടുന്നത് പോലെ, നമ്മൾ ഇടുന്നുണ്ടെന്നല്ല പറഞ്ഞത്, ആരെങ്കിലും ഇടുന്നത് പോലെ അവിടെ ബ്രഹ്മാവിന്റെ മുമ്പിലെങ്ങാനും ഒരൽപ്പം നമ്മൾ ബഹുമാനക്കുറവ് കാണിച്ചാൽ കിട്ടും അപ്പോൾ തന്നെ പുറത്തേക്ക് ഒരു ഉന്തൽ. എവിടെ വീഴുവെന്നാ? എവിടെയോ വീഴും. ഗംഗാദേവിക്ക് അത് സംഭവിച്ചു. ആ ഗംഗാദേവിക്ക് ബ്രഹ്മലോകത്ത് വെച്ച് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം കാരണമാണ് മനുഷ്യ സ്ത്രീയായിട്ട് അവിടെ അവതരിക്കേണ്ടി വന്നതും, അങ്ങനെ ആ മനുഷ്യ സ്ത്രീയുടെ രൂപത്തില് മനുഷ്യ സ്ത്രീ എന്ന പോലെ ഉള്ള രീതിയിൽ വരേണ്ടി വന്നതും, എന്നിട്ട് അവിടെ നമുക്ക് കാണാം ഭീഷ്മരുടെ മാതാവാകേണ്ടി വന്നതായ ചരിത്രം. എന്താ കാര്യം? ആ ബ്രഹ്മലോകത്ത് കിട്ടിയ ബ്രഹ്മാവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിന്നാ മതി. ഇത് ഒരാളുടെ കഥയല്ല, പലരുടെയും കഥ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എത്ര സുരക്ഷിതത്വം ഉണ്ടെന്നുള്ളതാണ്. ബ്രഹ്മലോകത്ത് എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഇനിയെല്ലാമായി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമടച്ച് നടക്കാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും തട്ടി വീഴും എന്ന് സാരം. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോ? അത്ര പോലും നമുക്ക് ബ്രഹ്മലോകത്തിനേക്കാളും ഉപരിയായിട്ട് എവിടെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കകളും ഇല്ലാത്ത രീതിയിൽ കഴിയാനുള്ള ഒരു സ്ഥാനം. അപ്പോഴാണ് പറയുന്നത് അതിനും ഉപരിയായിട്ടുള്ള ഒരു സ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വ്യത്യസ്തമെന്നേ അർത്ഥമുള്ളൂ. അതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ചിത്തം ഉപശമിക്കുന്നതായ സർവഭേദരഹിതമായിട്ടുള്ള ജീവാത്മാ ഉണ്ട് എന്നുള്ള തോന്നൽ ജീവാത്മാവിന് തന്നെ ഇല്ലാത്തതായ, ഇത് അനുഭവിക്കാൻ യോഗ്യമായ രീതിയിൽ ഒരു ലോകമുണ്ടെന്നുള്ള രീതിയിൽ ജീവാത്മാവിന് തോന്നാത്തതായ, ചുരുക്കത്തിൽ ലോകവുമില്ല ഭോക്താവുമില്ല.
ഭോക്താവുണ്ടെങ്കിൽ ലോകമുണ്ടാവും, ലോകമുണ്ടെങ്കിൽ ഭോക്താവുണ്ടാവും. രണ്ടുമില്ലാത്തതായ ഒരു സ്ഥിതിയിൽ അവിടെ പോയിട്ട് ഇരിക്കാം. അതിനെയാണ് പറയുന്നത് മൂലപ്രകൃതി എന്ന് പറയും. അപ്പൊ ആ മൂലപ്രകൃതി മഹാമായ എന്ന് പറയും, അല്ലെങ്കിൽ പരമേശ ശക്തി എന്ന് പറയും. പരമേശ്വരന്റെ ശക്തിയാണ് അത്. വിഷ്ണുവിന്റെ ശക്തി എന്നും പറയാം, ബ്രഹ്മാവിന്റെ ശക്തി എന്ന് പറയുന്നു, അല്ലെങ്കിൽ പരമേശ്വരന്റെ ശക്തി, വിഷ്ണുവിന്റെ ശക്തി, ബ്രഹ്മാവിന്റെ ശക്തി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ ശക്തിയാണ്, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമുക്ക് കാണാൻ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എങ്കിൽ കൂടിയും അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് മൂലപ്രകൃതി. അപ്പൊ മൂലപ്രകൃതിയിൽ പോയി ലയിക്കുന്നു എന്നുള്ള രീതിയും അതേമാതിരി ബ്രഹ്മലോകത്തെത്തുന്നു എന്നുള്ള രീതിയും രണ്ടും കൂടെ വെച്ചുകൊണ്ടാണ് പിന്നത്തെ മന്ത്രത്തിൽ കാണുന്നത്. സംഭൂതി, അസംഭൂതി, ഈ പറഞ്ഞിരിക്കുന്ന പ്രയോഗത്തിൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അത് ബ്രഹ്മലോകത്തെത്തുന്നത് സംഭൂതിയും അസംഭൂതി അതിനുപരിയായിട്ടുള്ള മായയില്, അതായത് മൂലപ്രകൃതിയില് പോയിട്ട് വിലയം പ്രാപിച്ച് യാതൊരുവിധ അസ്തിത്വവുമില്ലാതെ കഴിയുന്ന സുഖം. അതായത് നമ്മൾ ഗാഠനിദ്ര എന്താണോ അതാണ് ഈ മൂലപ്രകൃതിയുടെ ഒരു നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. ഗാഠനിദ്രയില് നമുക്ക് ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയാണ് മൂലപ്രകൃതിയുടെ സ്ഥിതി. ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നു, അപ്പോൾ ആ സമയത്ത് നമ്മുടെ സർവ്വ ദുഃഖങ്ങളും പോകുന്നു. അതായത് അന്ന് കാല് മുറിഞ്ഞവൻ ഉറങ്ങിക്കഴിഞ്ഞുമ്പോൾ മുറിഞ്ഞ കാലോടുകൂടിയവനല്ല അവനവിടെ. അവന് കാല് എന്ന് പറയുന്ന അവന്റെ കാലിനുണ്ടായ വേദന ഉറക്കത്തിലില്ല എന്നുള്ളതാണ്. കഠിനമായ തലവേദന ഉണർന്നിരിക്കുമ്പോഴുണ്ടെന്ന് ഉറങ്ങിയാലോ, ഉറങ്ങിക്കഴിഞ്ഞാൽ തലവേദന മുഴുവൻ എവിടെ പോകുന്നു എന്നുള്ളതല്ല അറിയത്തില്ല. തലവേദന ഉറക്കത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ഉറങ്ങുന്നില്ല, ഉറങ്ങിയാൽ അവന് തലവേദനയില്ല. ഉണർന്നു വരുമ്പോൾ പുറത്തിരിക്കുന്ന തലവേദന ഓടി വന്ന് ഇവനെ പിടിക്കുന്നു. മുറിഞ്ഞ കാലിന്റെ വേദന ഉറങ്ങിയ സമയത്തില്ല, ഉണർന്നിരിക്കുമ്പോൾ ഓടി വന്ന് ഇവനെ പിടിക്കുന്നു. ചുരുക്കത്തിൽ ജാഗ്രത്തിൽ വിട്ടുകഴിഞ്ഞാല് ജാഗ്രത്തിന്റെ ഒരു പീഡയും നമുക്ക്, അല്ലെങ്കിൽ സുഖവും നമുക്ക്, ദുഃഖവും നമുക്ക് സുഷുപ്തിയിലില്ല എന്ന് പറഞ്ഞത് മാതിരി ലോകങ്ങളെ മുഴുവൻ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാല് ലോകം നൽകുന്ന യാതൊരുവിധ സുഖങ്ങളും ദുഃഖങ്ങളും പീഡകളും ലാഭങ്ങളും നഷ്ടങ്ങളും ഒന്നുമില്ലാത്ത ഒരു സ്ഥാനമാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അതായത് മാതൃഗർഭത്തിലുള്ള ശൈക്കൽ എന്നതിന് സമാനം എന്ന് സാരം. കാരണം മാതാവ് എന്ന് പറയുന്നതാണല്ലോ മൂലപ്രകൃതി. ആ മൂലപ്രകൃതിയിൽ നമ്മൾ ലയം പ്രാപിച്ചു. അപ്പൊ ഇതിനെയാണ് സംഭൂതി അസംഭൂതി എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടിടത്തുമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു വഴി ഉപദേശിച്ച് തരാൻ ആണോ ഈ ഉപനിഷത്ത് നമ്മൾ പഠിക്കുന്നത്? ഇതൊരു വഴി മാത്രമല്ലേ, ഇതൊരു ലക്ഷ്യമാണ്, ഇതൊരു വഴിയുമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയുകയാണ്, ഈ വഴി പോയാൽ നിങ്ങൾക്കത് കിട്ടും. പോകേണ്ടത് ആരാ? പോകേണ്ടത് നമ്മൾ പോകണം. നമുക്ക് പോകാൻ താല്പര്യമില്ല, നമ്മൾ പറയും ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എനിക്ക് സുഖമായിട്ടിരിക്കാൻ വല്ല മാർഗവുമുണ്ടോ? ഞാൻ പോയി എത്തിച്ചേരുന്നിടത്ത് എനിക്ക് സുഖം കിട്ടും, ആ വഴി പോകാൻ എനിക്ക് താല്പര്യമില്ല എങ്കിൽ ഇരിക്കുന്ന ഇടത്ത് ഞാൻ മറ്റൊരുവനായിട്ട് മാറാതെ, സ്വർഗത്ത് പോയാൽ മറ്റൊരുവനായിട്ട് മാറിയല്ലോ, മറ്റൊരുവനായിട്ട് മാറാതെ ഇവിടെ ഇരുന്ന് ഞാനായിട്ടിരിക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരിടത്ത് പോവാതെ, മറ്റൊരു ജീവി ആവാതെ, അതേ അർത്ഥമുള്ളൂ കേട്ടോ, മറ്റൊരു ജീവി ആവാതെ, മറ്റൊരു ലോകത്തെത്താതെ ഇവിടെ തന്നെ എനിക്ക് സുഖമായിട്ട് ഒന്നിനെയും ആശ്രയിക്കാതെ ഇരിക്കാന് എനിക്ക് സാധിക്കുമോ? ഒരു ചോദ്യം വന്നു. അങ്ങനെയാവണമെങ്കിൽ അതിനുള്ള മാർഗം തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന കർമ്മമായിരിക്കരുത്. കർമ്മം ഭാവിയിലേക്കുള്ളതാണല്ലോ. അപ്പൊ കർമ്മം ഭാവിയിലേക്കുള്ള ഫലം നൽകുന്നു. കർമ്മം അല്ലാത്തതായ എന്തെങ്കിലും മാർഗമുണ്ടോ? എനിക്ക് ഇപ്പോൾ ഇവിടെ സുഖമായിട്ട് സമാധാനത്തോടുകൂടി ശാന്തിയായിട്ട് എല്ലാം കിട്ടിയവനാണെന്നുള്ള ലാഭബോധത്തോടു കൂടിയായിട്ട് ഇരിക്കാന് ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം, ഇതുവരെയും എനിക്ക് നഷ്ടക്കച്ചവടമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി, ഒരുപാട് ആൾക്കാരുടെ പിന്നാലെ ഞാൻ പോയി, ഒരുപാട് ആൾക്കാർ എൻ്റെ പിന്നാലെ വന്നു, ഒരുപാട് ധനം എൻ്റെ അടുത്തേക്ക് വന്നു, ഒരുപാട് ധനത്തിന്റെ അടുത്തേക്ക് ഞാൻ പോയി, ഒരുപാട് സ്ഥലത്തിലൂടെ ഞാൻ കറങ്ങി നടന്നു. ഒരു സ്ഥലവും എൻ്റെ അടുത്തോട്ട് വന്നില്ല, പക്ഷെ ഒരുപാട് സ്ഥലത്തിലൂടെ ഞാൻ കറങ്ങി നടന്നു. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞാൻ പഠിച്ചു, ചിലതൊക്കെ ഓർമ്മയിലുണ്ട്, ഒട്ടുമുക്കാലും മറന്നുപോയി. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് ചിലതൊക്കെ ഓർമ്മയിലുണ്ട്, ചിലതൊന്നും ഓർമ്മയിലില്ല. നഷ്ടങ്ങൾ മൊത്തത്തിൽ നഷ്ടമാണ്. അത് ഒരുപാട് സമ്പത്തുണ്ട്, അത് മുഴുവൻ ബാങ്കിൽ കൊണ്ടിട്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗം എത്രയാണെന്ന്.
നമ്മളിങ്ങനെ കൂട്ടി ഇരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് മിക്കവാറും എല്ലാവരുടെയും ഉണ്ടാകും. ഒരു 19 ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടാകും. 50 ലക്ഷത്തിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ ഒരു മാസം ചെലവിനെന്ന് പറഞ്ഞാൽ ആ 10,000 രൂപ ചെലവിനെടുക്കുന്നതിനകത്തോട്ട് മിച്ചം വെച്ചിട്ട് അത് വെച്ചിട്ട് അടുത്ത ചിട്ടിക്ക് നമ്മൾ അടയ്ക്കും. 10,000-ത്തിനകത്തു നിന്നാണെങ്കിൽ അത് എന്നാ പിന്നെ ആകപ്പാടെ ഇനിയും 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷമോ ജീവിക്കുന്നുള്ളൂ. അതിനകത്തൂടെ നമ്മൾ വീണ്ടും ലാഭം ഉണ്ടാക്കിയിട്ട് ആ 10,000 നമ്മൾ അതിനകത്തുനിന്ന് വീണ്ടും ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ആ കടത്തിന്റെ പലിശ സഹിതം മേടിച്ചിട്ട് നമ്മൾ വീണ്ടും അതിനകത്തൂടെ ഒരു അവിടെ പോയിട്ട് ഗോൾഡ് മറ്റേ ഇതുണ്ടല്ലോ KSFE-യുടെ ചിട്ടിയോ അതേമാതിരി ചിട്ടിക്കും ചെയ്തു. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലാണ് നമ്മൾ ബുദ്ധി പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കി വെക്കുന്നു, പക്ഷെ അനുഭവിക്കാൻ യോഗമില്ലാത്തവനായിട്ട് മാറുന്നു. ചുരുക്കത്തിൽ എന്താ, എന്തോ കിട്ടി എന്നുള്ള ഒരു തോന്നല് മാത്രമേ ഉള്ളൂ. സത്യത്തില് ആ പഴയ ദരിദ്രൻ അതേപോലെ തുടരുകയാണ്. പണ്ട് കാലത്ത് എങ്ങനെ ജീവിച്ചോ ഒരു മാറ്റവുമില്ല. കുന്നുകണക്കിന് ധനമുണ്ടാകിലും ഇത്രയേ ഉള്ളൂ ഒരു പറച്ചിൽ. ഇന്ദ്രന് സമമായി വാണിയിടുകിലും. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവർ ഇന്ദ്രനെ പോലെ വാഴും. അതും വേറൊരു കാര്യം, 10 പൈസ എടുക്കാനില്ല, പക്ഷെ ഒരു കുറവുമില്ല പ്രതാപത്തിന്. അങ്ങനെയാണെങ്കിലും ഇവരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അവരുടെയൊക്കെ ആ പ്രതാപവും സുഖവും എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിനെ ആശ്രയിച്ചിട്ടാണ്, ഒരു ചിത്തത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്തയെ ആശ്രയിച്ചിട്ടാണ്. അതൊന്ന് മാറിക്കഴിഞ്ഞാൽ ചിട്ടുകൊട്ടാരം പോലെ അവർ തകർന്നു പോകും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ യാതൊരു മാറ്റവും വരാതെ, ഞാനിപ്പോൾ ഒരു കർമ്മവും ചെയ്യാൻ പോകുന്നില്ല, ഞാനിപ്പോൾ ഒരു ഉപാസനയും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് കർമ്മവും ഉപാസനയും അല്ലാതെ വേദത്തിന് എന്നോട് എന്തുപദേശിക്കാനുണ്ട് എന്നാണ് ചോദ്യം. കർമ്മം ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ നന്നാക്കാൻ നോക്കുന്നവരാണല്ലോ എന്റെ ചുറ്റുപാടുമുള്ളവര്. ഞാൻ എന്തെങ്കിലും നീ പഠിക്കെന്ന് പറഞ്ഞ് പഠനത്തിൽ അതൊരു ഭാരമാക്കി തലയിൽ വെച്ച് തരുന്ന ആൾക്കാരാണല്ലോ ചുറ്റുപാടും ഇരിക്കുന്നത്. ഇതൊന്നും അല്ലാതെ എനിക്ക് കർമ്മവും ഉപാസനയും അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഉപനിഷത്ത് പറയുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം അസംഭവം വിദ്യ അവിദ്യ തുടങ്ങിയിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അത് ഇത്ര നിസ്സാരമാണ് എന്ന് കാണിച്ചത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമാണ്, അതുകൊണ്ട് നാളെ മുതൽ ജപിക്കരുതെന്നുള്ളതല്ല. പകരം നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ഈ അനന്തമായ കാലഘട്ടത്തില് ഒരു ബ്രഹ്മാവിന്റെ ആയുസ് പോലും 100 വർഷമേ ഉള്ളൂ എന്നറിയുമ്പോഴാണ് അങ്ങനെയുള്ള ബ്രഹ്മാവ് തന്നെ എത്ര പ്രാവശ്യം ജനിച്ചു എന്ന് നമുക്കറിയത്തില്ല എന്നുള്ളത്. ഒരു ഇന്ദ്രന്റെ കാലഘട്ടവും പോലും ഇത്രയേ ഉള്ളൂ. ഒരു ബ്രഹ്മാവിന്റെ കാലത്ത് അനേകം ഇന്ദ്രന്മാരുണ്ടാവുന്നു. അങ്ങനെ ഓരോ ഇന്ദ്രന്റെയും കാലഘട്ടം വളരെ നിസ്സാരമാണല്ലോ. ഇത് ആലോചിച്ച് കഴിയുമ്പോഴാണ് ഈ മഹത്തായ ബൃഹത്തായ അനന്തമായ കാലത്തില് ജനിക്കുന്ന എല്ലാം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഇതൊക്കെ ബോധം വന്നു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഇവിടെ ഉപനിഷത്ത് പറയുന്നു, അങ്ങനെയുള്ള നീ സാധാരണ വ്യക്തിയല്ല, നീ വിവേകിയാണ് എന്ന്. വിവേകിയായിട്ടുള്ള ഒരു പുരുഷൻ എന്ന് പറഞ്ഞ വ്യക്തിനെ അർത്ഥമുള്ള ഒരു വിവേകിയായ ഒരു വ്യക്തിയാണ് നിനക്ക് എങ്കിൽ നിനക്ക് മറ്റൊരു ഗുണവും കൂടിയുണ്ട്. നിനക്ക് ഈ സാധാരണ ജനങ്ങള് പിന്നാലെ നടക്കുന്ന കാര്യത്തിനോട് നിനക്ക് താല്പര്യവുമില്ല. ഈ ലോകത്തിലുള്ള വിഷയങ്ങളെ കർമ്മം ചെയ്ത് നേടണമെന്നുള്ള വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സുഖ സാമഗ്രികളും കർമ്മം ചെയ്ത് നേടണമെന്നുള്ള ആ കർമ്മ വ്യഗ്രതയും, ആ കർമ്മ വ്യഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു പോകുന്ന ഒരു ഇന്നർ പ്രഷറുണ്ട്. ആ ഇന്നർ പ്രഷറിന്റെ സ്ട്രെങ്ത് എന്നറിയണമെങ്കിൽ എലിയെ കാണുന്ന പൂച്ചയെ നമ്മൾ പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ പൂച്ച ആ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈയുടെ അതിക്രമിച്ച് കടക്കാനുള്ള ഒരു പ്രേരണ പൂച്ച കാണിക്കുന്നതിന് സമാനമായ രീതിയിൽ ഈ അന്ധക്കരണം നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെയാണ് പറയുന്നത് രാഗമുള്ളവൻ എന്ന് പറയുന്നത്. അതാണ് രാഗി. ആ രാഗമില്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിപ്പോൾ വിവേകത്തോടുകൂടി ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയാണ് വിരക്തനായ വിവേകിയായ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ വിരക്തനും വിവേകിയുമായിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ
ഈ ഇരിക്കുന്നിടത്ത് തന്നെ പൂർണ്ണ സുഖത്തോടുകൂടി ഇരിക്കാൻ ഉപായം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അടുത്ത മന്ത്രത്തില് അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത്. അവിടെയാണ് ഉപനിഷത്ത് തുടങ്ങുന്നത്. മറ്റേത് വേദമാണ്. അതായത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി തരിക എന്ന് പറയുന്നത് വേദമന്ത്രത്തിലെ കർമ്മകാണ്ഡത്തിന്റെ ഭാഗമാണ്. ഉപാസനയുടെയും കർമ്മകാണ്ഡത്തിന്റെയും ഭാഗം കിടക്കുന്നത് അതെല്ലാം വേദത്തിന്റെ പൂർവ്വഭാഗത്താണ്. അതേസമയം വേദത്തിന്റെ അവസാന ഭാഗത്താണ്. അതുകൊണ്ടാണ് വേദത്തിന്റെ അന്തത്തിൽ ഉള്ളതാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഭാഗത്ത് സംഹിത, അത് കഴിയുമ്പോൾ ബ്രാഹ്മണം, മൂന്നാമത്തേത് ആരണ്യകം, നാലാമത്തേത് ഉപനിഷത്ത്. നാലാമത്തെ ഭാഗത്ത് കിടക്കുന്നതായതുകൊണ്ടാണ് വേദത്തിന്റെ ആ ക്രമത്തിലെ അന്ത്യത്തിൽ കിടക്കുന്നത് കൊണ്ട് വേദത്തിന്റെ അന്തം വേദാന്തം എന്ന് പറയും. അപ്പൊ ആ വേദാന്തം അവിടെ വേദത്തിന്റെ ആ പൂർവഭാഗത്തിൽ കിടക്കുന്ന കർമ്മത്തിനെയും ഉപാസനയെയും പ്രശംസിക്കാനല്ല ഉപനിഷത്ത് എന്ന് പറയുന്ന വേദാന്തം നിൽക്കുന്നത്. കർമ്മത്താലും ഉപാസനയാലും ലഭിക്കുന്നതിന്റെ തുടർച്ചയായിട്ടുള്ള എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടും അല്ല വേദാന്തം അവിടെ നിൽക്കുന്നത്. പകരം കർമ്മവുമല്ലാത്ത ഉപാസനയുമല്ലാത്ത മറ്റൊന്നിനെ നേടിത്തരുവാൻ വേണ്ടിയിട്ടാണ് വേദാന്തം നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായി. അപ്പം വേദാന്തത്തിന്റെ മാർഗം കർമ്മമല്ല എങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പൊ എന്തുണ്ട്? കർമ്മമല്ലാതെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ഒരു ഉപായമുണ്ടോ? നമ്മുടെ മുന്നിൽ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്നുകിൽ കർമ്മം, അല്ലെങ്കിൽ ജ്ഞാനം. മൂന്നാമത് ആരുടെ കയ്യിലും ഒന്നുമില്ല. അപ്പൊ ജ്ഞാനം കൊണ്ടും നമുക്കൊരു ഒന്നിനെ നേടാം, കർമ്മം കൊണ്ടും നമുക്കൊന്നിനെ നേടാം. ജ്ഞാനം കൊണ്ട് നേടണമെങ്കിൽ അതെന്തായിരിക്കണം? ജ്ഞാനം കൊണ്ട് നേടണമെങ്കിൽ അറിവ് എന്ന് പറയുന്നത് നമുക്ക് ലാഭമായി തീരണമെങ്കിൽ നഷ്ടം അറിവില്ലായ്മയിലൂടുണ്ടായ നഷ്ടമായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അറിവില്ലായ്മയിലൂടെ നഷ്ടമുണ്ടായത് അറിവിലൂടെ ലാഭമായിട്ട് മാറും. അതേസമയം കർമ്മത്തിലൂടെ നഷ്ടമായത് നമുക്ക് ജ്ഞാനത്തിലൂടെ ലാഭമാവത്തില്ല എന്നർത്ഥം. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അറിയണം. ഇവിടെ പലരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ കർമ്മം കൊണ്ട് നേടാവുന്ന കാര്യങ്ങൾ ജ്ഞാനം കൊണ്ടങ്ങ് നേടി സൂത്രവിദ്യയിൽ കൊണ്ടങ്ങ് കാര്യം നടത്തുമെന്ന്. അങ്ങനെയല്ല. കർമ്മം കൊണ്ട് നേടേണ്ടത് കർമ്മം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ജ്ഞാനം കൊണ്ട് നേടേണ്ടത് മാത്രമേ ജ്ഞാനം കൊണ്ടും സാധിക്കത്തുള്ളൂ എന്നർത്ഥം. അതായത് വെള്ളം കുടിച്ച് ദാഹം മാറേണ്ടത് ഉപാസന ചെയ്ത് ദാഹം മാറത്തില്ല എന്ന് സാരം. ഇതാണ് ഇതിന്റെ രത്ന ചുരുക്കുന്നത്. അപ്പം നമുക്കിവിടെ എന്താണ്? നമുക്കിപ്പം ജ്ഞാനം കൊണ്ട് എന്താണ് കിട്ടുന്നത്? ജ്ഞാനം കൊണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണെന്ന് നമ്മളെ അങ്ങ് പഠിപ്പിക്കുന്നു. ഇതാണ് ചുരുക്കത്തിൽ നമ്മളെ തന്നെ ഒന്ന് ഞാൻ ആരാണ് എന്ന് നമ്മളെ ഒന്ന് ബോധിപ്പിക്കലാണ് ഉപനിഷത്ത്. നമ്മളെ പോയി എത്തിച്ചേരുന്ന സ്വർഗം ഒറിജിനൽ ശരിയായിട്ടും എന്താണെന്ന് നമുക്ക് ലക്ഷ്യത്തെ നമ്മളെ ഒന്ന് ബോധിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ എത്തപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് വിശകലനം ചെയ്ത് ഇതാണ് എന്ന് ബോധിപ്പിക്കുന്നതാണ് ഉപനിഷത്ത്. അതേമാതിരി നമ്മുടെ ലക്ഷ്യവും ഈ രണ്ടെണ്ണത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്നതായ ഉള്ള മൂന്നാമത്തെ ഘടകം എന്താണെന്ന്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നിയമമാണ്. എന്ത് നിയമമാണ്? ഞാനിത് കർമ്മം ചെയ്താൽ എനിക്ക് ആ ഫലം കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. കർമ്മം ചെയ്ത് ഞാനങ്ങ് മരിച്ചുപോയി. കർമ്മഫലമായിട്ട് കിട്ടേണ്ട സ്വർഗം അവിടെ കിടപ്പുണ്ട്. എന്നെ എടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ഘടകം ഏതാ? അപ്പൊ അത് പ്രവർത്തിക്കുന്നത് ഒരു നിയമത്തിലാണ്. ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർമ്മം ചെയ്യുന്നവന് കർമ്മഫലം കിട്ടുമെന്ന് പറയുന്ന നിയമം. ഏതൊരു നിയമവും അത് നിയമമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിയമം നടത്താൻ ഒരു നിയാമകൻ ഉണ്ടാവണം. അപ്പൊ ആ നിയാമകൻ ഇല്ലാതെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. അത് സ്വയമേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമേവ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇത് നടത്തിപ്പിക്കുന്നതിന് ഒരു ശക്തി വേണം. അപ്പൊ നിയമം നടത്തിപ്പിക്കുന്ന ശക്തിയാണ് നിയാമകൻ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിയാമകൻ, അതായത് നമ്മളിപ്പം നമ്മളുടെ IPC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ നടത്തിക്കാൻ വേണ്ടുന്ന ശേഷി ഇല്ല എങ്കിൽ പിന്നെ നിയമത്തിന് എന്ത് കാര്യം? ആരും അനുസരിക്കത്തില്ല. അപ്പൊ നിയമം മാത്രം പോരാ, അത് നടത്തിപ്പിക്കാനുള്ള, അത് നടത്തി കാണിച്ചു കൊടുക്കാനുള്ള, അതനുസരിച്ച് പോകുന്നവർക്ക് ഫലം കൊടുക്കുന്ന ഒരു നിയാമകൻ കൂടി ഉണ്ടാകണം. അപ്പൊ ഈ നമ്മളെയും നമ്മുടെ കർമ്മഫലത്തെയും യോജിപ്പിക്കുന്നതായ ആ നിയാമകൻ ആരാണെന്നുള്ളത്, ആ നിയാമകനാണ് ഈശ്വരൻ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈശ്വരനെ ഇപ്പൊ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ ഏതാ?
കർത്താവിനെയും കർമ്മഫലത്തെയും സംയോജിപ്പിക്കുന്നവൻ ഈശ്വരൻ. സംയോജിപ്പിച്ച മാർഗം നിയമം. അതാണ് നിയമവും നിയാമകനും. അപ്പൊ എനിക്ക് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിനുള്ളിൽ കൂടെയേ നിയാമകനെ കാണാൻ പറ്റത്തുള്ളൂ എന്നത്. നിയമത്തിനുള്ളിലാണ് നിയാമകന്റെ സ്ഥിതി. അതായത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? രൂപത്തെ കാണുവാൻ കണ്ണ്. നിയാമകൻ രൂപമാണോ? നിയാമകൻ രൂപമല്ല. രൂപമല്ലെങ്കിൽ പിന്നെ എങ്ങനെ കാണാൻ സാധിക്കും? ഉദാഹരണത്തിന് വായു. വായു എന്ന് പറയുന്നതിന് രൂപമുണ്ടോ? രൂപമില്ല. കണ്ണുകൊണ്ട് എനിക്ക് വായുവിനെ കാണണം എന്ന് പറഞ്ഞാല് നമ്മൾ തലകുത്തി നിന്ന് കഴിഞ്ഞാലും കണ്ണുകൊണ്ട് വായുവിനെ കാണത്തില്ല. കണ്ണുകൊണ്ട് നമ്മൾ വായുവിനെ കാണാൻ പറ്റത്തില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാരം? സാരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്നുകൊണ്ട് കാണണം, ഒന്നുകൊണ്ട് കിട്ടുന്ന ബലം മറ്റൊന്നുകൊണ്ട് നേടണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത്. ചെവി കൊണ്ട് കാണണം, പറ്റത്തില്ല. കണ്ണുകൊണ്ട് രുചിക്കണം. ഓ, സാമ്പാറിൽ മുക്കി ദോശ കണ്ണില് കാണിച്ചിട്ട് അതിന്റെ രുചി നോക്കിയിട്ട് മതി വായിലോട്ട് പോകുന്നു ആലോചിച്ച് നോക്കിക്കും. അതായത് ഓരോന്നിനും ഓരോ വഴി കൊടുത്തിട്ടുണ്ട്. അതിന്റെ രുചി നോക്കാൻ നാവാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നാവിൽ വെച്ചാൽ മാത്രമേ രുചി സാധ്യമാകത്തുള്ളൂ. അവിടെ കൊണ്ടൊന്നും മറ്റൊരു തരത്തിലും ഒന്നും സാധ്യമല്ല. ചെവിയിൽ കൂടെ ആണെങ്കിൽ, ശബ്ദമാണെങ്കിൽ ആ ചെവിയിൽ കൂടെ നമുക്ക് രുചി അറിയാൻ പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ചുരുക്കത്തില് ഇങ്ങനെയുള്ള ഭേദങ്ങൾ നിൽക്കെ എങ്ങനെയാണ് നമുക്ക് ഇത് അസ്പർശം, അഗോത്രം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തില് സ്പർശിക്കാൻ സാധ്യമല്ലാത്തത് അശബ്ദമസ്പർശം അരൂപമവ്യയം തഥാരസം നിത്യം അഗന്ധവച്ചയത് വേദത്തിൽ പറഞ്ഞിരിക്കും, ഉപനിഷത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ്. അശബ്ദം, ശബ്ദമല്ലാത്തത് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അസ്പർശം, സ്പർശിക്കാൻ പറ്റത്തില്ല. അരൂപം, രൂപമല്ലാത്തത്. ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞിരിക്കുന്ന തത്വത്തെ എങ്ങനെയാണ് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? അപ്പൊ അങ്ങനെ അറിയാൻ സാധിക്കുന്നതല്ല, അനുഭവിക്കാൻ സാധിക്കുന്നതല്ല, പിന്നെന്താണ്? പിന്നെ മറ്റൊരു വിധത്തില് നമ്മൾക്ക് അറിയേണ്ടതാണ്, പറ്റുന്നതാണ്, അതിനെക്കുറിച്ചുള്ളതാണ്. അതിനെക്കുറിച്ച് എങ്ങനെ അറിയാം? ബുദ്ധി കൊണ്ട്. മനസ്സായേവ ഇതമാപ്തവ്യം, മനസ്സുകൊണ്ട്. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൃശ്യതേത്വ അഗ്രിയാ ബുദ്ധിയാ, ബുദ്ധി കൊണ്ട് അറിയേണ്ടത് എന്ന്. ഈ ഭഗവത്ഗീതയിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നു, ഇതിഹാസങ്ങളിലും പറഞ്ഞിരിക്കുന്ന, പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ദൃശ്യതേത്വ അഗ്രിയാ ബുദ്ധിയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭിഹി. വളരെ ശ്രദ്ധാപൂർവം ഒന്നും നോക്കേണ്ട പോലെ നോക്കിക്കഴിഞ്ഞാല് കാണേണ്ട പോലെ കാണുന്ന തരത്തില് നമ്മുടെ ബുദ്ധിയിൽ തെളിയുമെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കാണേണ്ട പോലെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയിലാണ് കാണുന്നത്. സ്വപ്നം കാണുന്നത് പോലെ കാണുക എന്നുള്ളതല്ല അർത്ഥം. കണ്ണുകൊണ്ട് കാണുന്നത് പോലെ കാണുക എന്നുള്ളതല്ല അർത്ഥം. പകരം ബുദ്ധിയിൽ നമ്മൾ ഒരു വാക്ക് കേട്ടിട്ട് അതിന്റെ അർത്ഥം ബുദ്ധിയിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മൾ എങ്ങനെ കണ്ണുകൊണ്ട് കണ്ടോ? അതേമാതിരി തെളിയലാണ്. അങ്ങനെ തെളിയാന് എന്താണ് നമുക്കിവിടെ തെളിയിച്ചെടുക്കേണ്ടത്? അതാണ് ചോദ്യം. എന്താണ് നമുക്ക് തെളിയിച്ചെടുക്കേണ്ടത്? നമുക്ക് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉദ്ഭവ കാരണം, എന്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി, അത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തെളിയണം. എന്തിൽ നിന്ന് ഞാൻ ജനിച്ചു, ഞാൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വം. ഇനി ഒന്ന് നോക്കിക്കഴിഞ്ഞാല്, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാല്, ഉണ്ടായ ശേഷമല്ലേ ഞാൻ ഇന്ന പോലെ ഇരിക്കുന്നത്, അല്ലാതെ ഞാൻ തീരുമാനിച്ചില്ലല്ലോ ഞാൻ ഇങ്ങനെ ആയിരിക്കണമെന്ന്. അതുപോലെ തന്നെ ആര് തീരുമാനിച്ചിട്ടാണ് ഈ കാണപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നത്? ആരുടെയും കയ്യിലല്ല ഇതൊന്നും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ ഉണ്ടാവുന്നു, എങ്ങനെയോ നിലനിൽക്കുന്നു, എങ്ങോട്ടോ പോകുന്നു. പോകുമ്പോൾ നമുക്ക് ഒന്ന് അവശേഷിക്കുന്നു പോലുമില്ല. ചിലതൊക്കെ ആണെങ്കിൽ ഫോസിൽ രൂപത്തിൽ കുറച്ച് അവശേഷിക്കുന്നത് നമ്മൾ തപ്പിയെടുക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഒരു 10,000 വർഷം കഴിയുമ്പോൾ, ഒരു 20,000 വർഷം കഴിയുമ്പോൾ, കാരണം ഇതിന് കാലത്തിനൊന്നും ഒരു കണക്കുമില്ലല്ലോ, ഒരു 50 ലക്ഷം വർഷം കഴിഞ്ഞാൽ എന്ത് ഫോസിൽ എവിടെയാണെന്നാ? ഈ ഭൂമി തന്നെ അങ്ങ് ആവിയായി പോയിട്ട് വീണ്ടും ഒരു ഭൂമി ജനിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞില്ലേ? ഇത്രയും ഇതൊന്നുമില്ല. അപ്പൊ ഇത്രയ്ക്ക് കടുത്ത് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇതിന്റെ സത്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അറിയണം. അപ്പൊ അതും ഉപനിഷത്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇഹ ചേത് അവേദി തഥസത്യമസ്തി. ഇവിടെ വെച്ച് ഇപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ലാഭം. വേദി, ഇവിടെ വെച്ചത് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ മഹതീ വിനഷ്ടി, എങ്കിൽ പിന്നെ അത് വലിയ നഷ്ടമാണ്. ഭാവിയിൽ സ്വർഗത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ സാധിക്കാമെന്നുള്ള രീതിയിൽ പോകുന്നവന് അവിടെ പറഞ്ഞിരിക്കുന്നത്
എന്താ പറയുന്നത്, മൂഢ, പ്രമൂഢ, ബാലാഹ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുമുണ്ട്. അവർക്ക് വിവേകം കുറവാണ്. പക്ഷെ ഇവിടെ വെച്ച് ഈ സത്യം ഞാൻ അറിയും, സത്യം അറിയേണ്ടത് എങ്ങനെയാ, ബുദ്ധിയിൽ, ജ്ഞാനത്തിലൂടെ ഞാൻ നേടും എന്നുറച്ച നിശ്ചയമുള്ളവനെയാണ് പ്രശംസിക്കുകയാണ് ഉപനിഷത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉപനിഷത്തിന്റെ പ്രശംസിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണോ, അതോ ആ ഉപനിഷത്ത് ഇത് നിസ്സാരമാണ് എന്ന് പറഞ്ഞതിലൂടെ നമുക്ക് പോകണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ അവിടെയാണ് ഇതിന്റെ വിവേകം എന്ന് പറയുന്നത്, വൈരാഗ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത് ഇത്രയും ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് വിവേകവും വൈരാഗ്യവുമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഇവിടെ ആ വ്യക്തിയാണ് ഋഷിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ വ്യക്തിയോടാണ് ഋഷി പറയുന്നത് എന്താ, അടുത്ത മന്ത്രം, ഹിരൺമയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം. ഹിരൺമയേന, ഹിരണ്യം എന്ന് പറഞ്ഞ സ്വർണമയമായ പാത്രത്തിനാൽ സത്യസ്യാപി ഹിതം മുഖം, സത്യത്തിന്റെ മുഖം ഇതാ മൂടപ്പെട്ടിരിക്കുന്നു. തത്വം പൂഷൻ അപാവൃണു. പൂഷൻ സൂര്യൻ. അല്ലയോ സൂര്യ ഭഗവാനെ, തത്വം തത്വം, ആ തത്വത്തെ നീ അപാവൃണു മാറ്റിയാലും, സത്യധർമായ ദൃഷ്ടിയെ, സത്യധർമ്മത്തെ ദർശിക്കുവാൻ കാക്ഷിക്കുന്നതായ എനിക്ക് സത്യത്തിന്റെ മുഖം മൂടിയിരിക്കുന്ന ആ സ്വർണ തളികയെ അല്ലയോ പൂഷൻ അങ്ങ് മാറ്റിയാലും. അവിടെ എന്താ കാണിച്ചിരിക്കുന്നത്, സ്വർണം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതാണ് സത്യം. ആ സ്വർണമായിട്ടുള്ള സ്വർണ്ണമുഖം ഏതാ, അതാണ് സൂര്യന്റെ സ്വർണ്ണമുഖം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സൂര്യന്റെ സ്വർണ്ണമുഖത്തിനുള്ളിലാണ് സൂര്യന്റെ യഥാർത്ഥ തേജസ് നിൽക്കുന്നത്. നാം കാണുന്നത് പുറം മൂടി മാത്രം. ഉള്ളിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണേണ്ടത് ബാഹ്യമായ കണ്ണുകൊണ്ടല്ല, അന്തരാർത്ഥത്തിലാണ് കാണേണ്ടത്. അതായത് പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിന് അനാവരണം ഇവിടെ ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂര്യാന്തർഗതമായ സൂര്യനാരായണ മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് സർവാന്തര്യാമിയായ ഭഗവാൻ സർവത്തിലും സ്ഥിതി ചെയ്യുന്നു. ദർശനകാംക്ഷിയായ എനിക്ക് ദർശിക്കുവാൻ, അല്ലയോ ഞാൻ ഉപാസിക്കുന്ന സൂര്യ ഭഗവാനെ, അങ്ങയുടെ ഉള്ളിലിരിക്കുന്ന ആ ദിവ്യ ചൈതന്യ മൂർത്തിയെ എനിക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ട് ആ തത്വം പൂഷൻ അപാവൃണു അങ്ങത് മാറ്റിയാലും, ഏത് സുവർണമയമായ ആ മുഖം മൂടിയെ, ആ പാത്രത്തെ, ആ മൂടിയെ അങ്ങ് മാറ്റിയാലും. എന്തിന്, സത്യധർമ്മമായ ദൃഷ്ടി, എനിക്കത് കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ധക്കരണത്തില് നമ്മൾ വ്യക്തമായിട്ട് പറയണം, അന്ധക്കരണത്തിൽ നിന്ന് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാളെ സൂര്യനെ പോയി നോക്കാനല്ല പറയുന്നത്. ആ സൂര്യനല്ല ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന സൂര്യൻ. ഇതെല്ലാം തത്വപ്രധാനമാണ്. അതായത് നമ്മുടെ ഉപാസ്യമൂർത്തിയായ സൂര്യൻ എന്ന് പറയുമ്പോൾ പ്രജാപതിപുത്രനായ സൂര്യൻ, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യന്റെ പ്രതിരൂപം മാത്രമാണ് ഈ പുറത്ത് കാണുന്നത്. ആ സൂര്യനെ നോക്കരുത്. ആ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകും. അതല്ല, സൂര്യനെ അല്ല നോക്കേണ്ടത്. പകരം അവിടെ നമ്മുടെ ധ്യാനമഗ്നായിരിക്കുന്ന വ്യക്തിയുടെ അന്ധക്കരണത്തിൽ ശോഭിക്കുന്നതായ അവിടെ ജ്ഞാനസൂര്യൻ, ആ സൂര്യനാണ്, അതായത് സർവപ്രപഞ്ചത്തിന്റെയും ധാരകനായിട്ടുള്ള ചേതന നൽകുന്നതായ സൂര്യനെ നമ്മൾ അവിടെ ഉപാസിക്കണം. അങ്ങനെ ഉപാസിച്ചിട്ട് ആ ചേതനാരൂപമായ സൂര്യന്റെ ഉള്ളില് ഇരിക്കുന്ന സൂര്യനാരായണമൂർത്തി നമ്മൾ അവിടെ ദർശിക്കുവാൻ കാക്ഷിക്കുന്നവനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഇപ്പൊ എവിടോട്ട് മാറി എന്നുള്ളതാണ്. നമ്മുടെ ഇത് ഉപാസന എന്ന് പറയുന്ന ഭാഗത്തിലേക്കല്ല മാറുന്നത്. കാരണം ഇവിടെ ഈ ഉപാസന എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്ന ഒന്നും നമുക്കില്ല. പകരം നമുക്ക് സത്യധർമ്മത്തെയാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ടാണ് സത്യധർമായ ദൃഷ്ടയെ എന്നുള്ള പറഞ്ഞത്. അത് സത്യത്തെ അറിയുവാൻ വേണ്ടിയിട്ട്, സത്യത്തെ പ്രാപിക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടിയ വിവേകത്തോടും വൈരാഗ്യത്തോടും കൂടിയിട്ടുള്ള എനിക്ക് അതിന്റെ ഫലം ലഭിക്കേണ്ടത് ആ വിധത്തിലായിരിക്കണം. അല്ലാതെ ഫലകാംക്ഷയോടുകൂടി കർമ്മം ചെയ്യുകയും ഉപാസന ചെയ്യുകയും ചെയ്യുന്നവന് കൊടുക്കുന്ന അതേ ഫലം ആയിരിക്കരുത്. ഇപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ അത് അധികാര ഭേദം വരുത്തി. ഇതാണ് ഈ മന്ത്രത്തിന്റെ രഹസ്യം. വ്യക്തമായ അധികാരഭേദം വരുത്തി. ഇനി എന്താ ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സത്യധർമ്മത്തെ ദർശിക്കുവാൻ കാംക്ഷയുള്ളവനായിട്ട് ഇതെനിക്ക് ഈ സമയത്ത് തന്നെ, എനിക്ക് ഇവിടെ വെച്ച് തന്നെ നേടാൻ സാധിക്കും എന്നുള്ള ഉറച്ച നിശ്ചയത്തിൽ
ഭഗവത് സ്മരണയോടുകൂടി കഴിയുക എന്ന് സാരം. ഈ മന്ത്രത്തിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.